ഇന്ന് പാഠഭാഗമായി വായിച്ചത് യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം, അതിൻ്റെ 2-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ആയിരുന്നു. അതിൽ 15, 16, 17 വാക്യങ്ങൾ വീണ്ടും വായിക്കട്ടെ. ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുവൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരം എന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തി ഇല്ലാത്തതാകയാൽ സ്വതവേ നിർജീവം ആകുന്നു. പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവേ, ഈ കൺവെൻഷൻ്റെ 6-ാം ദിനം രാത്രി അവിടെ നിങ്ങളെ ക്ഷേമത്തോടെ കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ 5 ദിനങ്ങളിലും ഇന്ന് വൈകുന്നേരം വരെയുള്ള നിമിഷങ്ങളിലും ദൈവവചനത്തിൻ്റെ ആഴമേറിയ മർമ്മങ്ങൾ വ്യത്യസ്ത പ്രഭാഷകരിലൂടെ ശ്രവിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ വലിയ അവസരത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം കരേറ്റുന്നു. കർത്താവെ, പ്രസംഗം കേട്ട് വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് മടങ്ങിപ്പോരുവാൻ അല്ല, മറിച്ച് ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ തീരുമാനങ്ങളാക്കി തീർക്കുവാൻ അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കൺവെൻഷനിൽ ഇതുവരെയും മുഴങ്ങിക്കേട്ട വചനങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ട് മടങ്ങിപ്പോകുവാൻ ഇന്നത്തെ വചന കേൾവി ഞങ്ങളെല്ലാവരെയും വെല്ലുവിളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചന കൂടാരത്തിനുള്ളിൽ ശാന്തമായി ഏറെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും വചനം കേൾക്കുവാൻ കടന്നു വന്ന ഇതിൻ്റെ മക്കളോട് ഇന്ന് രാത്രി അവിടുന്ന് ഹൃദ്യമായി സംസാരിക്കണമേ. വചനം ഏതാത്മാവിനാൽ എഴുതപ്പെട്ടുവോ അതേ ആത്മാവിനാൽ ഈ വചനത്തിൻ്റെ ആഴമേറിയ മർമ്മങ്ങളെ വിചിന്തനം ചെയ്യുവാൻ ബലഹീനായ അടിയനെ അവിടുന്ന് ശക്തീകരിച്ച് ബലപ്പെടുത്തി അവിടുത്തെ കുരിശിൻ്റെ തണലിൽ നിർത്തണമേ. വചനം കേൾക്കുവാനുള്ള തുറവിയും ഒരുക്കവും തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ജാഗ്രതയും നിന്റെ മക്കളുടെ ഹൃദയങ്ങൾക്ക് നൽകണമേ. കേട്ട വചനം ജീവിതത്തിൽ സ്വീകരിച്ചും സ്വാംശീകരിച്ചും വചനാനുസൃതം ഞങ്ങൾ ജീവിക്കും എന്ന ദൃഢപ്രതിജ്ഞയോടെ ഞങ്ങളുടെ ജീവിത പരിസരങ്ങളിൽ മടങ്ങിപ്പോയി സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ അവിടുന്ന് ഞങ്ങളെല്ലാവരെയും ഒരുക്കണമെന്ന് യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഇന്നലെ നമ്മൾ 5 അധ്യായങ്ങളുള്ള പഴയ നിയമത്തിലെ ഒരു പുസ്തകത്തെക്കുറിച്ചാണ് പഠിക്കുവാൻ ശ്രമിച്ചതെങ്കിൽ ഇന്ന് അതേപോലെ തന്നെ 5 അധ്യായങ്ങൾ മാത്രമുള്ള പുതിയ നിയമത്തിലെ ഒരു പുസ്തകത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും പഠിക്കുവാനുമാണ് ശ്രമിക്കുന്നത്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരു ലേഖനം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. പുതിയ നിയമത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തോടെ ചേർത്ത് വെച്ച് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട ഒരു പുസ്തകമാണ് യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം. ഈ ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, മാർത്തോമാ സഭയുടെ ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ പ്രധാനപ്പെട്ട ചില ഞായറാഴ്ചകളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന ശ്ലീഹ ഭാഗം യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിലെ വേദഭാഗങ്ങളാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ഞായർ നമ്മൾ കൊണ്ടാടുമ്പോൾ അന്ന് വായിക്കുന്ന ലേഖന ഭാഗം യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ നിന്നായിരിക്കും. മെഡിക്കൽ മിഷൻ ഞായറായി നമ്മൾ കൊണ്ടാടുന്ന ദിവസം അന്ന് വായിക്കുന്ന വേദപുസ്തകത്തിലെ ശ്ലീഹ ഭാഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യാക്കോബ് ശ്ലീഹയുടെ ലേഖനം ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ദൈവമക്കൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ശക്തവും വ്യക്തവുമായ ആലോചന നൽകുന്ന ശ്രദ്ധേയമായ ഒരു പുസ്തകമാണ് യാക്കോബ് ശ്ലീഹയുടെ ലേഖനം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം പുതിയ നിയമത്തിലെ സാർവത്രിക ലേഖനങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ഒരു ആദ്യത്തെ ലേഖനമാണ്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം, പത്രോസ് ശ്ലീഹ എഴുതിയ 1ഉം 2ഉം ലേഖനം, യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1ഉം 2ഉം 3ഉം ലേഖനം, യൂദായുടെ ലേഖനം, ഇങ്ങനെ 7 ലേഖനങ്ങളാണ് പുതിയ നിയമത്തിലെ പൊതു ലേഖനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാത്തലിക് എപ്പിസ്റ്റൽസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തുള്ള സഭയ്ക്കു വേണ്ടി എഴുതുന്ന ലേഖനമല്ല, ചില വ്യക്തികളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് എഴുതുന്ന ലേഖനമല്ല, മറിച്ച് 1-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ സഭ എവിടെയൊക്കെ ചിതറിപ്പാർത്തുവോ അവിടെയുള്ള മുഴുവൻ ക്രിസ്തുവിശ്വാസികളെയും മുന്നിൽ കണ്ടുകൊണ്ട്
സഭയിലെ ക്രിസ്തുവിശ്വാസികൾ അവരുടെ അനുദിന ജീവിതത്തിൽ ശാസ്ത്ര മൂല്യങ്ങളെക്കുറിച്ചും പ്രായോഗിക ജീവിത കാഴ്ചപ്പാടുകളെക്കുറിച്ചും വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ലേഖനമാണ് യാക്കോബിൻ്റെ ലേഖനം. ഈ ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരാളും നമുക്ക് വ്യാഖ്യാനിച്ചു തരാതെ, ഒരാളും നമുക്ക് വിശദീകരിച്ചു തരാതെ, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വളരെ പ്രായമുള്ളവർ വരെ എല്ലാവർക്കും ഒറ്റ വായനയ്ക്കു തന്നെ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ലേഖനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ഇന്നു രാത്രി ഞാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ശ്രദ്ധേയമായ വിഷയം നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ആ വിഷയം ഈ യാക്കോബ് ശ്ലീഹ എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട കുറിവാക്യത്തിൻ്റെ വെളിച്ചത്തിലും തുടർന്നുള്ള അധ്യായങ്ങളിൽ വരുന്ന ശ്രദ്ധേയമായ ചില വാക്യങ്ങളുടെ വെളിച്ചത്തിലും പങ്കുവയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ധ്യാനത്തിന് ഇന്നലെ നമ്മൾ കൊടുത്തതുപോലെ ഒരു തലക്കെട്ട് കൊടുക്കാമെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഒരു തലക്കെട്ട് പൊതു ഇടങ്ങളിലെ ക്രിസ്തീയ സാക്ഷ്യം എന്ത് എന്നുള്ളതാണ്. ക്രിസ്ത്യൻ വിറ്റ്നസിങ് ഇൻ എ പബ്ലിക് സ്പേസ്. പൊതു ഇടങ്ങളിൽ ഒരു ദൈവ പൈതൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് യാക്കോബ് ശ്ലീഹ ഈ പുസ്തകത്തിൽ തരുന്ന 5 പ്രധാനപ്പെട്ട പ്രായോഗിക നിർദ്ദേശങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി എൻ്റെ ധ്യാനം അവസാനിപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ജീവിക്കുന്നത് ഒരു പൊതു സമൂഹത്തിലാണ്. വി ആർ ലിവിങ് ഇൻ എ പബ്ലിക് സ്പേസ്. ഒരു പൊതുവിടത്തിലാണ് ജീവിക്കുന്നത്. മറ്റേത് കാലഘട്ടത്തേക്കാൾ കൂടുതൽ ഒരു വിശ്വാസിയുടെ ജീവിതം എങ്ങനെയാണ്, അവൻ്റെ നടപ്പ് എങ്ങനെയാണ്, അവൻ്റെ സംസാരം എങ്ങനെയാണ്, അവൻ്റെ ചെങ്ങാത്തം ആരോടൊപ്പമാണ്, അവൻ ആരോടൊപ്പമാണ് സഞ്ചരിക്കുന്നത് എന്ന് ഈ പൊതുസമൂഹം മറ്റേത് കാലഘട്ടത്തേക്കാൾ കൂടുതൽ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്ന് എല്ലായ്പ്പോഴും ഓർക്കണം. സാധാരണ പറയാറുണ്ട്, യു ആർ അണ്ടർ സർവൈലൻസ്. നിങ്ങൾ മറ്റുള്ളവരുടെ കണ്ണുകളിൽ ശ്രദ്ധാപൂർവം എപ്പോഴും പതിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ക്യാമറ കണ്ണുകൾ നിരീക്ഷണത്തോടെ പടങ്ങൾ ഒപ്പിയെടുക്കുന്നത് പോലെ ഇന്നത്തെ പൊതുസമൂഹം പ്രസംഗിക്കുന്ന എൻ്റെയും പ്രസംഗം ശ്രവിക്കുന്ന നിങ്ങളുടെയും ജീവിതത്തെ കൃത്യമായി ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊതുസമൂഹത്തിൽ നമ്മൾ പാർക്കുമ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ, ഒരു ക്രിസ്തു വിശ്വാസിയുടെ പൊതുജീവിതം എങ്ങനെയായിരിക്കണം, സാക്ഷി ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മുടെ കൺവെൻഷനുകളിലെ ഈ നാളുകളിൽ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ആ ഒരു വലിയ ആകുലത എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി ഈ വിഷയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നു രാത്രി യാക്കോബ് ശ്ലീഹ നമ്മുടെ പൊതുവിടങ്ങളിലെ സാക്ഷി ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് ഈ പുസ്തകത്തിൽ പറയുന്ന 5 അധ്യായങ്ങളിൽ ചിതറിക്കിടക്കുന്ന ചില ആശയങ്ങളെ ഒരുമിച്ച് കൂട്ടിവെച്ച് നമ്മുടെ പ്രായോഗിക ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ സുപരിചിതമായ, വളരെ വ്യക്തവും സ്പഷ്ടവുമായി അറിഞ്ഞിട്ടുള്ള, പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇന്ന് രാത്രി ഒരു തീരുമാനത്തിൻ്റെ രാത്രിയായി തീരണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. കഴിഞ്ഞ 5 ദിവസങ്ങൾ നമ്മൾ കേട്ട പൊതു മീറ്റിങ്ങുകളിൽ കേട്ട പ്രഭാഷണവും വിവിധ സംഘടനകളുടെ പ്രത്യേക മീറ്റിങ്ങിൽ കേട്ട പ്രഭാഷണവും ഒരുമിച്ച് ചേർത്ത് വെച്ച് അതിനെ ചില തീരുമാനങ്ങളാക്കി ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ തീർച്ചയായും ഇന്ന് കേൾക്കുന്ന വചനം നമ്മളെ വെല്ലുവിളിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ട വേദഭാഗം യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം, അതിൻ്റെ 2-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതവുമായി ബന്ധപ്പെട്ട യാക്കോബ് ശ്ലീഹ ഒന്നാമതായി പറയുന്ന കാര്യം, നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ പ്രവൃത്തിയും തമ്മിൽ പരസ്പരം ബന്ധിതമായിരിക്കണം, പരസ്പരം പൂരകം ആയിരിക്കണം എന്നുള്ളതാണ്. ഫെയ്ത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ, ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസ് ഷുഡ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, വിശ്വാസവും പ്രവൃത്തിയും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ്. ഫെയ്ത്ത് ആൻഡ് പ്രാക്ടീസ് ആർ ലൈക്ക് ബോത്ത് സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ. ഒരു കോയിന് 2 വശങ്ങളുള്ളതുപോലെ നമ്മുടെ വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ ചേർന്ന് പോകണം എന്ന് യാക്കോബ് ശ്ലീഹ വളരെ അസന്നിഗ്ധമായി പറയുകയാണ്. പ്രിയമുള്ളവരെ, വിശ്വാസികളായ എൻ്റെയും നിങ്ങളുടെയും പരമപ്രധാനമായ ഉത്തരവാദിത്വം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ, നമ്മൾ എന്ത് പൂർണ്ണമായി വിശ്വസിക്കുന്നുവോ
അത് നമ്മൾ ജീവിക്കുന്ന ജീവിത പരിസരങ്ങളിൽ ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ പൊതുമണ്ഡലവും ഈ ലോകവും നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രയോഗശാലകളാണ് എന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് എൻ്റെ വിശ്വാസത്തിന് ഒരു ആവിഷ്കാരത്തിൻ്റെ തലമുണ്ടാകുമ്പോഴാണ് എൻ്റെ വിശ്വാസം പൂർണ്ണതയുള്ളതായി തീരുന്നത് എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ എൻ്റെ ഒരു ശ്രദ്ധേയമായ ചോദ്യം നിങ്ങളോടുള്ളത്, എന്തുകൊണ്ടാണ് 1-ാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനർ ഉൾപ്പെടെയുള്ള പൊന്തോസ്, ഗലാത്യ, കപ്പദോന്യ, ആസിയ, ബിദുന്യ എന്നിവിടങ്ങളിൽ ചിതറിപ്പാർക്കുന്ന ക്രിസ്തുവിശ്വാസികളോട് യാക്കോബ് ശ്ലീഹ പറയുന്നത് നിങ്ങളുടെ വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ ചേർന്ന് പോകണം എന്ന്? അതിന് പ്രത്യേകമായൊരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിശ്വാസികൾ 1-ാം നൂറ്റാണ്ടിൽ ചിതറിപ്പാർക്കുന്ന ഈ പേര് പറഞ്ഞ ഇടങ്ങളെല്ലാം വിവിധ മതത്തിലുള്ളവർ, വിവിധ സംസ്കാരത്തിലുള്ളവർ പാർക്കുന്ന ഒരിടം ആയിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ആ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ ഒരു ഭൂരിപക്ഷ സമൂഹമായിരുന്നില്ല ക്രിസ്തുവിശ്വാസികൾ. ദേ ആർ ഓൺലി എ മാർജിനൽ ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി. അവർ എല്ലാ പ്രദേശങ്ങളിലും ന്യൂനപക്ഷമായ ചെറിയ ചെറിയ സംഘങ്ങളായിരുന്നു. അവർ ചിതറിപ്പാർത്തവരായിരുന്നു, അവർ പരദേശികളായി പാർത്തിരുന്നവരായിരുന്നു എന്ന് പത്രോസ് ലീഹയുടെ ലേഖനത്തിലൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതര മതത്തിലുള്ളവർ, ഇതര സംസ്കാരത്തിലുള്ളവർ ബഹുഭൂരിപക്ഷം പേരും പാർക്കുന്ന ഒരിടത്ത് നിങ്ങളുടെ വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ ചേർന്ന് പോകണം എന്ന് പറയുന്നതിൻ്റെ ഏക കാരണമെന്ന് പറയുന്നത്, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ ഒരു പൊതുവേദികളിൽ പോയി നാളെ ഞങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ പോവുകയാണ്, നിങ്ങൾ എല്ലാവരും അത് വന്ന് കേട്ടുകൊള്ളണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആരും കേൾക്കുവാൻ വരണം എന്നില്ല. മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ ഈ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ശ്രമിച്ചാൽ, നിങ്ങളുടെ ജീവിതം കണ്ട്, നിങ്ങളുടെ സംസാരം കണ്ട്, നിങ്ങളുടെ നിലപാടുകൾ കണ്ട്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി മനസ്സിലാക്കി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൻ്റെ ആഴം മനസ്സിലാക്കി നിങ്ങൾ വിശ്വസിക്കുന്ന ക്രിസ്തുവിനെ അനേകർ കണ്ടുമുട്ടും എന്നുള്ളതാണ് യാക്കോബ് ഇത് പറയുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. നമുക്കറിയാം, 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിശ്വാസികൾ ചിതറിപ്പാർത്ത ഇടങ്ങളിലെല്ലാം നമുക്കറിയാം ഭരണം നടത്തിയിരുന്ന റോമ ഭരണാധികാരികൾ ഒരിക്കലും ക്രിസ്തുവിശ്വാസം പ്രചരിപ്പിച്ച ഭരണകൂടം ആയിരുന്നില്ല. അന്നത്തെ പ്രബല മതമായ യഹൂദ മതം ഒരിക്കലും ക്രിസ്തുവിശ്വാസം പ്രോത്സാഹിപ്പിച്ച മതസംവിധാനം ആയിരുന്നില്ല. അതുകൊണ്ട് രാഷ്ട്രീയപരമായും മതപരമായും എതിർപ്പുകളുള്ള ഏഷ്യ മൈനറിലെ പട്ടണത്തിൽ നിങ്ങൾ പാർക്കുമ്പോൾ ഇതര മതങ്ങളിലും വിശ്വാസധാരകളിലുമുള്ളവർ ചിതറിപ്പാർക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ പ്രസംഗത്തിലൂടെ ഒരുപക്ഷെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ സാധിക്കണമെന്നില്ല. അതിന് അപ്പോസ്തലനായ യാക്കോബ് ശ്ലീഹ അവരോട് പങ്കുവയ്ക്കുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള ജീവിത പരിസരങ്ങളിൽ പൊതുസമൂഹത്തിൽ നിങ്ങൾ പാർക്കുമ്പോൾ യേശു കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലൂടെ കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രവർത്തനത്തിലൂടെ ആവിഷ്കരിക്കുന്നതാണ് ഒരു പൊതുസമൂഹത്തിൽ യേശു കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാനും കർത്താവിനെ സാക്ഷിക്കുവാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് ഈ ക്രിസ്തുവിശ്വാസികളെ യാക്കോബ് ശ്ലീഹ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഇത് അവർക്ക് മനസ്സിലാകുവാൻ വേണ്ടി, അവർക്ക് കൃത്യമായി അത് അടയാളപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി യാക്കോബ് ശ്ലീഹ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സാദൃശ്യങ്ങൾ വളരെ ശ്രദ്ധേയമായ സാദൃശ്യങ്ങളാണ്. ഈ വേദഭാഗത്ത് യാക്കോബ് ശ്ലീഹ ചോദിക്കുന്നത് കണ്ടോ, അല്ലയോ സഹോദരീ സഹോദരന്മാരെ, നിങ്ങളിൽ ഒരു സഹോദരനോ സഹോദരിയോ, ശ്രദ്ധയോടെ കേട്ടോണം, നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് പോയി നിങ്ങൾ സമാധാനത്തോടെ തീ കാഞ്ഞ് കിടന്ന് ഉറങ്ങിക്കൊള്ളുക, വിശപ്പടക്കിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എങ്ങനെ അതൊരു പ്രവർത്തനത്തിലൂടെ ആവിഷ്കരിക്കാൻ സാധിക്കും? മറിച്ച് തീ കായുവാൻ പോലും നിവൃത്തിയില്ലാതെ കൊടും ശൈത്യത്തിൽ പാർക്കുന്ന ഒരാൾക്ക് ഒരു ഉടുപ്പ് കൊടുക്കുന്നതിലൂടെ, അവന് ഭക്ഷണം കൊടുക്കുന്നതിലൂടെ അവനെ സംരക്ഷിക്കുവാനും കരുതുവാനും നിന്റെ വിശ്വാസം നിന്നെ പ്രേരിപ്പിക്കുമ്പോഴാണ് നിന്റെ വിശ്വാസം പ്രവൃത്തിയിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നത് എന്ന് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് വളരെ ലളിതമായ ഭാഷയിലൂടെ നമ്മുടെ വിശ്വാസത്തിന് പ്രവർത്തനത്തിൻ്റെ ഒരു ആവിഷ്കാര തലമുണ്ടാകണമെന്ന് അസന്നിഗ്ധമായി യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്ന സന്ദേശം 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തു വിശ്വാസികളെ മാത്രമല്ല, മറിച്ച് ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന, പ്രത്യേകിച്ച് ഇതര മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ ജീവിക്കുന്ന, പല എതിർപ്പുകളുടെ മധ്യത്തിൽ ജീവിക്കുന്ന ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം യേശു കർത്താവിലുള്ള വിശ്വാസത്തെ നമ്മുടെ പ്രവൃത്തിയിലൂടെ ആവിഷ്കരിച്ചു കൊടുക്കുവാൻ സാധിക്കണം എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ കോട്ടയത്തു നിന്നാണ് ഈ വചന ശുശ്രൂഷയ്ക്കായി ഇവിടെ കടന്നു വന്നത്.
ഞങ്ങൾ കോട്ടയം പട്ടണത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ നാളുകളിലെ ഒരു പ്രവർത്തനമാണ് നവജീവൻ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാർക്കും ബഹുഭൂരിപക്ഷം പേർക്കും നവജീവൻ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാം. ഇന്ന് കോട്ടയത്തുള്ള 4 ആശുപത്രികളിൽ ഒരു ദിവസം ഏകദേശം 4500 പേർക്കാണ് ഭക്ഷണ പൊതികൾ എത്തിച്ചു കൊടുക്കുന്നത്. കോട്ടയത്തുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് രോഗചികിത്സ കഴിഞ്ഞ് സ്വന്തമായി ഭവനത്തിലേക്ക് പോകുവാൻ ത്രാണിയില്ലാത്ത 100 കണക്കിന് ആൾക്കാരെ സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനമാണ് കോട്ടയത്തുള്ള നവജീവൻ ട്രസ്റ്റ്. ഇതിൻ്റെ സ്ഥാപക നേതാവ് എന്ന് പറയുന്നത് PU തോമസ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്. കോട്ടയം സെമിനാരിയിൽ പഠിച്ചിട്ടുള്ള പ്രിയപ്പെട്ട അച്ഛന്മാർ, ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഈ സ്ഥാപനത്തിൽ പോയി പ്രാക്ടിക്കൽ വർക്കിന് സമയം ചിലവഴിച്ചു. ആരായിരുന്നു PU തോമസ് എന്നറിയാമോ? PU തോമസ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു അറ്റൻഡർ ആയിരുന്നു. ആ മെഡിക്കൽ കോളേജിലെ പൂന്തോട്ടമൊക്കെ സംരക്ഷിക്കുന്ന ഒരു ഗാർഡനറായി ജോലി ആരംഭിച്ച് പിന്നീട് അവിടുത്തെ അറ്റൻഡറായി തീർന്ന PU തോമസ് ഒരു ദിവസം തൻ്റെ ജോലിയുടെ ഭാഗമായി ഈ മെഡിക്കൽ കോളേജിലെ മാനസിക രോഗികൾ കിടക്കുന്ന വാർഡിലൂടെ ഒരു ഫയലുമായി ഉച്ചയ്ക്ക് പോയപ്പോൾ അവിടെ കട്ടിലിൽ കിടന്ന ഒരു രോഗി ഭക്ഷണം കഴിക്കുവാൻ നിവൃത്തിയില്ലാതെ കരഞ്ഞ് വിലപിക്കുന്നത് കേട്ടു. ഇദ്ദേഹം വീട്ടിൽ നിന്ന് പൊതിഞ്ഞുകൊണ്ടുവന്ന ആ ഭക്ഷണത്തിൻ്റെ പൊതി അത് അവരെ ഏൽപ്പിച്ചതിന് ശേഷം വീട്ടിൽ പോയി കുടുംബാംഗങ്ങളോട് പറഞ്ഞു, നാളെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ 2 പൊതി കെട്ടിത്തരണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസവും ഉച്ച കഴിഞ്ഞ് അദ്ദേഹം ഒരു സ്ട്രെച്ചറോ ഏതാണ്ട് ഉന്തിക്കൊണ്ട് ഉച്ചയ്ക്ക് ആ വാർഡിലൂടെ പോയപ്പോൾ തലേ ദിവസം ഭക്ഷണം കൊടുത്ത ആളും കരഞ്ഞു, മറ്റൊരാൾ അടുത്ത ബെഡിൽ കിടന്ന് കരയുന്നു. അന്ന് 2 പൊതിയുമായി പോയപ്പോഴും അദ്ദേഹത്തിന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല. അത് ആവശ്യമാണ്. അടുത്ത ദിവസം 3 പൊതിയുമായി അദ്ദേഹം പോയി നോക്കി. അന്നേരമാണ് മനസ്സിലായത്, 1 അല്ല 2 അല്ല 3 അല്ല, ഒരാൾക്ക് കൊടുക്കുന്ന കണ്ടപ്പോൾ അടുത്ത ദിവസം ഉച്ചയായപ്പോൾ വീണ്ടും ആവശ്യക്കാർ വരികയാണ്. ഇദ്ദേഹം ഡോക്ടേഴ്സിനോടും നഴ്സസിനോടും ഒക്കെ പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ഭവനത്തിൻ്റെ അടുക്കള ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ചെറിയ ഇടമായി തീർന്നു. അങ്ങനെ ആരംഭിച്ച ഒരു ചെറിയ പ്രസ്ഥാനമാണ് ഇന്ന് 3500-ൽ പരം ആൾക്കാർക്ക് ഒരു ദിവസം ഭക്ഷണം കൊടുക്കുന്ന നവജീവൻ ട്രസ്റ്റായി മാറിയത്. ആശുപത്രിയിൽ ചികിത്സ പൂർത്തിയാക്കി ഭവനങ്ങളിൽ പോകുവാൻ സാവകാശമില്ലാത്തവർക്ക്, സൗകര്യമില്ലാത്തവർക്ക് താമസ സൗകര്യമൊരുക്കി 100 കണക്കിന് ആൾക്കാരെ സംരക്ഷിക്കുന്ന ഒരു ശ്രദ്ധേയമായ ശുശ്രൂഷയായി നവജീവൻ ട്രസ്റ്റ് മാറി. അദ്ദേഹത്തിൻ്റെ ചെറിയ വീഡിയോ ക്ലിപ്പിംഗ് നിങ്ങൾ ഇൻ്റർനെറ്റിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ കൊച്ചു പ്രായം മുതൽ ഞാൻ നല്ലൊരു വിശ്വാസിയായിരുന്നു. ക്രമമായി ദേവാലയത്തിൽ പോകും, ദേവാലയ ശുശ്രൂഷകളിൽ പങ്കെടുക്കും, നല്ല വിശ്വാസമുള്ള ആളായിരുന്നു. എന്നാൽ എൻ്റെ വിശ്വാസം മുഴുവൻ എൻ്റെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ നാളുകളിൽ ഞാൻ ആവിഷ്കരിക്കുന്നത് എന്ന് പറയുമ്പോൾ വിശ്വാസത്തെ പ്രവർത്തനങ്ങളിലൂടെ ആവിഷ്കരിക്കുവാനുള്ള ഒരു പ്രായോഗികമായ നിർദ്ദേശം യാക്കോബ് ശ്ലീഹ നമുക്ക് നൽകുന്നുണ്ട് എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് രാത്രി നമ്മൾ മടങ്ങിപ്പോകുമ്പോൾ ഒന്നാമതായി എടുക്കേണ്ട തീരുമാനം, എനിക്ക് യേശു കർത്താവിലുള്ള വിശ്വാസത്തെ ഈ പൊതുസമൂഹത്തിൽ ഞാൻ പ്രവൃത്തിയിലൂടെ ആവിഷ്കരിക്കും. അങ്ങനെ ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായി ഈ പൊതുസമൂഹത്തിൽ ഞാൻ തീരും എന്നുള്ള ഒന്നാമത്തെ തീരുമാനമായി ഭവനങ്ങളിലേക്ക് പോകുവാൻ സാധിച്ചാൽ ഈ ദിവസങ്ങൾ നമ്മൾ കേട്ട അധ്യക്ഷ പ്രസംഗം, ഈ ദിവസങ്ങളിൽ പൊതുവായ മീറ്റിങ്ങുകളിൽ കേട്ട പ്രസംഗത്തെ എല്ലാം പ്രയോഗത്തിൽ വരുത്തുന്ന ഒന്നാമത്തെ തീരുമാനമായി അത് മാറും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു വിശ്വാസത്തിൻ്റെ അടിത്തറയുണ്ടാകുമ്പോഴാണ് അത് ക്രിസ്തീയ പ്രവർത്തനമായി മാറുന്നത് എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന ചെറുതോ വലുതോ ആയ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു വിശ്വാസത്തിൻ്റെ അടിത്തറയുണ്ടാകുമ്പോഴാണ് അതൊരു ക്രിസ്തു സമൂഹം ചെയ്യുന്ന പ്രവർത്തനമായി മാറുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു വിശ്വാസത്തിൻ്റെ അടിത്തറയുണ്ടാവുകയും നമ്മുടെ വിശ്വാസം പ്രവർത്തനങ്ങളിലൂടെ ആവിഷ്കരിക്കുകയും ചെയ്യുവാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും പൊതുവിടങ്ങളിൽ ക്രൈസ്തവ സാക്ഷ്യം ഈ കാലഘട്ടത്തിൽ സംഗതമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കും എന്ന് കൃത്യമായി യാക്കോബ് ശ്ലീഹ നമ്മളോട് പറയുക. നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും നല്ല പ്രാധാന്യം നൽകി യാക്കോബ് ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ യാക്കോബ് ശ്ലീഹ പറയുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം എന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതം അനുഗ്രഹമായി തീരുവാൻ, പ്രത്യേകിച്ച് ഒരു പൊതുസമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും യേശു കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നാവിനെ കടിഞ്ഞാണിട്ട് ശിക്ഷണത്തോടുകൂടിയാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. കൺട്രോൾ യുവർ ടങ്, നിന്റെ നാവിനെ നീ നിയന്ത്രിക്കണം എന്നാണ്.
പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഈ 1-ാം നൂറ്റാണ്ടിൽ യാക്കോബ് ശ്ലീഹ ഈ ഒരു ആലോചന ദൈവമക്കൾക്ക് നൽകുന്നത്? അതിനും പ്രത്യേക കാരണമുണ്ട്. 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ യാക്കോബ് ശ്ലീഹ പറയുകയാണ്, ദുരുപദേശകർ നമ്മുടെ സഭയിൽ നുഴഞ്ഞു കയറി തെറ്റായ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ ഏകദേശം 11-ൽ പരം പുസ്തകങ്ങൾ എഴുതുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം 1-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ സഭ അഭിമുഖീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നായ ദുരുപദേശകരുടെ നുഴഞ്ഞുകയറ്റമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോസ്തലന്മാർ ചില വിശ്വാസധാരകൾ അവരെ പഠിപ്പിച്ച് വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തുവാൻ ശ്രമിക്കുമ്പോൾ അതിനേക്കാൾ ശക്തിയോടുകൂടി ദുരുപദേശകർ സഭയ്ക്കുള്ളിൽ നുഴഞ്ഞു കയറി തെറ്റായ ഉപദേശങ്ങൾ പ്രചരിപ്പിച്ച ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ് പുതിയ നിയമത്തിലെ 11-ൽ പരം പുസ്തകങ്ങൾ എഴുതിയത് എന്ന് ഞാൻ പറയുമ്പോൾ ക്രൈസ്തവ സഭയെ ഏത് കാലഘട്ടത്തിലും ബാധിച്ച ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ദുരുപദേശകർ ഉയർത്തുന്ന പ്രതിസന്ധിയായിരുന്നു. അവർ അവരുടെ നാവിനെ വളച്ചൊടിച്ച് വിശ്വാസവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ ഈ ദുരുപദേശകരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ വളരെ വ്യക്തമായി അവരെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ദുരുപദേഷ്ടാക്കന്മാരെ പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത്, നിങ്ങളുടെ നാവിനെ നിങ്ങൾ ശിക്ഷണത്തോടുകൂടി ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. വാക്കിൽ ഒരു കാരണവശാലും ഒരു ദൈവ പൈതൽ തെറ്റിപ്പോകുവാൻ പാടില്ല. മറിച്ച് ഈ നാവിനെയും നമ്മൾ പറയുന്ന വാക്കുകളെയും സമ്പൂർണ്ണ നിയന്ത്രണം ഒരു ദൈവ പൈതലിന് ഉണ്ടാകണം എന്ന് വളരെ കൃത്യമായി നമ്മൾ പറയുന്നു. ഇന്ന് പൊതുസമൂഹത്തിൽ ക്രൈസ്തവ സഭകൾ ഏറെ തെറ്റിദ്ധരിക്കപ്പെടുവാനും പൊതുസമൂഹത്തിൽ ക്രൈസ്തവ സഭകൾ ഏറെ അവമതിക്കപ്പെടുവാനുമുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ഉത്തരവാദിത്വ സ്ഥാനത്തിരിക്കുന്നവർ അല്ലെങ്കിൽ സഭയിലെ അംഗങ്ങളായിരിക്കുന്ന നമ്മൾ നമ്മുടെ നാവിനെ തെറ്റായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവും എനിക്കില്ല, നിങ്ങൾക്കും ഉണ്ടാകുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് യാക്കോബ് ശ്ലീഹ ഈ ദുരുപദേശകരെ മുന്നിൽ കണ്ടുകൊണ്ട് പറയുകയാണ്, വിശ്വാസികളെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്, ഒരു കാരണവശാലും ദുരുപദേശകരുടെ തെറ്റായ ഉപദേശങ്ങളിൽ കുടുങ്ങിപ്പോയി സത്യവിശ്വാസത്തെ നിങ്ങൾ പരിത്യജിക്കരുത്, മറിച്ച് ശരിയായ ഉപദേശത്തിൽ നിങ്ങൾ നിലനിൽക്കണം. ഇതുകൊണ്ടാണ് ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞങ്ങൾ പഠിപ്പിച്ച പാഠങ്ങൾക്ക് വിരുദ്ധമായി ആരെങ്കിലും കടന്നു വന്ന് അവൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതനായിരുന്നാലും സഭയിൽ നിന്ന് ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറഞ്ഞത് നമ്മൾ ഇന്നും വായിച്ചിട്ടാണ് ശ്ലീഹാഭാഗം ഒരു വിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ വായിക്കുന്നത് എന്ന് കൃത്യമായി നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ദുരുപദേശം, തെറ്റായ ഉപദേശം സഭയ്ക്കുള്ളിൽ ഏത് കാലഘട്ടത്തിലും നുഴഞ്ഞു കയറുമ്പോൾ അത് പ്രചരിപ്പിക്കുന്നവരെ പ്രതിരോധിക്കുവാനും നമ്മുടെ നാവുകൾ വളച്ചൊടിച്ച് അസത്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യരുത് എന്ന് കൃത്യമായി അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് യാക്കോബ് ശ്ലീഹ. 2 ഉദാഹരണത്തിലൂടെയാണ് യാക്കോബ് ശ്ലീഹ അവരെ പഠിപ്പിക്കുന്നത്. കാരണം വളരെ ലളിതമായ ഉദാഹരണങ്ങൾ പറഞ്ഞാണ് യാക്കോബ് ശ്ലീഹ ദൈവജനത്തെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒരു കുതിരയെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കുന്നത് പോലെ നിങ്ങളുടെ നാവിനെ നിങ്ങൾ നിയന്ത്രിക്കണം എന്നാണ് പറഞ്ഞത്. ഒരു കുതിര എത്ര ശക്തിയോടുകൂടി ഓടുന്ന ഒരു മൃഗമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഒരു കടിഞ്ഞാൺ ഉപയോഗിച്ച് അതിനെ നിയന്ത്രിക്കുന്നത് പോലെ നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം എന്നാണ് പറയുന്നത്. ഒരു കപ്പലിനെ, കടലിൽ ഓടുന്ന ഒരു കപ്പലിനെ അതിൻ്റെ ചുക്കാൻ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്നത് പോലെ നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ എത്ര ശ്രദ്ധേയമായ ഒരു ചിന്തയാണ് എന്ന് കാണുവാൻ സാധിക്കും. തുടർന്ന് യാക്കോബ് പറയുകയാണ്, ഒരു ചെറിയ തീപ്പൊരിക്ക് ഒരു കാടിനെ മുഴുവൻ കത്തിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് അന്നത്തെ പാലസ്തീൻ്റെയും ഏഷ്യ മൈനറിലെയും ഒക്കെ പശ്ചാത്തലത്തിൽ ആടുകളെ മേയ്ക്കുവാൻ പോകുന്ന ആട്ടിടയന്മാർ ഉപേക്ഷിക്കുന്ന ചെറിയ തീപ്പൊരികൾ ആ പ്രദേശത്ത് മുഴുവൻ വലിയ തീജ്വാലയായി മാറുന്ന കാഴ്ചകളൊക്കെ ഇതിൻ്റെ എഴുത്തുകാരൻ്റെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് ജനങ്ങളെ ജാഗ്രതയോടെ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു ചെറിയ തീപ്പൊരിക്ക് ഒരു കാടിനെ മുഴുവൻ കത്തിക്കുവാൻ സാധിക്കുന്നത് പോലെ അലക്ഷ്യമായി നാം തൊടുത്തുവിടുന്ന, ജാഗ്രതയില്ലാതെ നമ്മൾ പറയുന്ന ഒരു വാക്കുകൾ ഒരു ദേശത്ത്, ഒരു രാഷ്ട്രത്തിൽ, ഒരു സമൂഹത്തിൽ അസഹിഷ്ണുത വർദ്ധിപ്പിക്കും, പ്രശ്നങ്ങൾ രൂപപ്പെടുത്തും എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് കാണുവാൻ സാധിക്കും. വാക്യം 10 തുടർന്ന് യാക്കോബ് നമ്മളോട് പറയുകയാണ്, ഒരു വായിൽ നിന്ന് തന്നെ എങ്ങനെ സ്തോത്രം പറയുവാനും അതേ വായിൽ നിന്ന് തന്നെ ശാപവാക്കുകൾ പറയുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന് സഭയോട് ഓർമ്മിപ്പിക്കുന്ന വാക്കുകൾ ഈ കാലഘട്ടത്തിൽ സംഗതവും പ്രസക്തവുമാണ്. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രം പറയുന്ന ഒരു ദൈവ പൈതലിന് അതേ വായിൽ നിന്ന് ശാപം പറയുവാൻ സാധിക്കുമെങ്കിൽ, ശാപവാക്കുകൾ പറയുവാൻ സാധിക്കുമെങ്കിൽ, മറ്റുള്ളവരെ ദുഷിപ്പിക്കുന്ന വാക്കുകൾ പറയുവാൻ സാധിക്കുമെങ്കിൽ അവർ ജാഗ്രതയോടെ നാവിനെ ഉപയോഗിക്കണമെന്ന് 1-ാം നൂറ്റാണ്ടിൽ
ചിതറിപ്പാർക്കുന്ന ക്രിസ്തുവിശ്വാസികൾക്ക് യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം ഈ കാലഘട്ടത്തിൽ വളരെ സംഗതവും പ്രസക്തവുമാണ് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ഇന്ന് രാവിലത്തെ സേവികാ സംഘത്തിൻ്റെ മീറ്റിങ്ങിൽ അഭിമന്യ തിരുമേനി ഉപയോഗിച്ച ഒരു പദം, ഈ കാലം എന്ന് പറയുന്നത് സത്യാനന്തര കാലം എന്നാണ്. പോസ്റ്റ് ട്രൂത്ത് വേൾഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് ഈ സത്യാനന്തര കാലം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മൾ പല കെട്ടുകഥകൾ രൂപപ്പെടുത്തി അത് സത്യമാണെന്ന വ്യാജേനെ പുതിയ കഥകൾ രൂപപ്പെടുത്തുക മാത്രമല്ല, ഈ കഥകൾ പ്രചരിപ്പിക്കുകയുമാണ്. അത് നൂറുകണക്കിന് ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ സ്വീകരിച്ചു കഴിയുമ്പോൾ ആ കഥകൾ ഒരു പൊതുബോധമായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനെയാണ് സത്യാനന്തര കാലം എന്ന് പറയുന്നത്. അത് സത്യത്തെ നമ്മൾ കളവായി ചിത്രീകരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, പുതിയ കഥകൾ നമ്മൾ നിർമ്മിക്കുകയാണ്, എന്നിട്ട് അതിനെ പ്രചരിപ്പിക്കുകയാണ്. ഇത് ജനസമൂഹങ്ങൾക്ക് മുഴുവൻ അയച്ചു കൊടുത്ത് അതിനെ ഒരു പൊതുബോധമാക്കി തീർക്കുന്ന ഒരു പോസ്റ്റ് ട്രൂത്ത് കാലത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വേദഭാഗം നമ്മളോട് പറയുന്ന ആലോചന, നിങ്ങളുടെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം. അസത്യമായ ഒരു വാക്കുപോലും ഒരു ദൈവ പൈതലിൻ്റെ വായിൽ നിന്ന് പുറത്തു വരുവാൻ ഇടയായി തീരരുത് എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, നാവ് നമ്മുടെ ശരീരത്തിലെ ഒരു ചെറിയ അവയവം മാത്രമാണ്. ഈ നാവിലൂടെ പുറത്തൂടെയും നമ്മുടെ ആലോചനകളിലൂടെയും ഒക്കെ നമ്മൾ രൂപീകരിക്കുന്ന പല കാര്യങ്ങളുമാണ് നാവിലൂടെ പുറത്തു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണമെന്ന് പറയുന്നതിൻ്റെ വലിയ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ചിന്തകളെയും നമ്മുടെ ബോധ്യങ്ങളെയും നമ്മുടെ ഇന്ദ്രിയങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെയെല്ലാം നിങ്ങൾക്ക് കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കാൻ സാധിക്കണമെന്നാണ്. അതുകൊണ്ട് വേദപുസ്തകം നമ്മളോട് പറയുന്നു, നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് വളരെ അത്യന്താപേക്ഷിതമാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. എൻ്റെ നാവിലൂടെ കള്ളം പറയുകയില്ലെന്നും അസത്യം പ്രചരിപ്പിക്കുകയില്ല എന്നും ഒരു തീരുമാനമെടുക്കാൻ സാധിക്കും. നമ്മുടെ മൊബൈലിൽ ഒരു ദിവസം വരുന്ന ഫോർവേഡുകൾ എത്രയൊക്കെയാണ്? അതിൻ്റെ സത്യം അറിഞ്ഞിട്ടാണോ, നിജസ്ഥിതി അറിഞ്ഞിട്ടാണോ, അതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ട് എന്നറിഞ്ഞിട്ടാണോ നമ്മൾ ഫോർവേഡ് ചെയ്യുന്നത്? ഇനി മുതൽ ഈ കൺവെൻഷൻ്റെ ഫലമായി എൻ്റെ മൊബൈലിൽ വരുന്ന ഫോർവേഡുകളിൽ സത്യമാണോ എന്ന് തിരിച്ചറിഞ്ഞ് പരീക്ഷണം നടത്തിയതിനു ശേഷം മാത്രമേ ഞാൻ ഫോർവേഡ് ചെയ്യാവൂ എന്ന് പ്രായോഗികമായി ഒരു തീരുമാനമെടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ ഈ വർഷത്തെ കൺവെൻഷൻ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ചില സ്വാധീനങ്ങൾ വരുത്തും എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് കള്ളം പറയുവാൻ എൻ്റെ നാവിനെ ഉപയോഗിക്കുകയില്ലെന്നും, അനാവശ്യമായി മറ്റുള്ളവരെക്കുറിച്ച് ഞാൻ നാവ് ഉപയോഗിച്ച് ദൂഷണം പറയുകയില്ലെന്നും, മറ്റുള്ളവരുടെ കുറ്റം പറയുവാൻ ഞാൻ ശ്രമിക്കുകയില്ലെന്നുമെങ്കിലും നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം ഏറ്റവും അർത്ഥപൂർണ്ണമായി തീരും. യേശു കർത്താവ് തൻ്റെ പർവ്വത പ്രസംഗത്തിൽ പറയുന്ന വാക്കുകൾ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 37-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ വാക്യമാണ്, മത്തായിയുടെ സുവിശേഷത്തിലെ ചെറിയ വാക്യങ്ങളിൽ ഒന്നാണ്. കർത്താവ് വളരെ കൃത്യമായി അവരോട് പറയുകയാണ്. എന്താ പറയുന്നറിയാമോ? നിങ്ങളുടെ ഉവ്വ് ആയിരിക്കണം, നിങ്ങളുടെ ഇല്ല എന്നുള്ളത് എന്തായിരിക്കണമെന്നറിയാമോ? ഇല്ല എന്നും ആയിരിക്കട്ടെ എന്നാണ്. യേശു കർത്താവ് പർവ്വത പ്രസംഗത്തിൽ കടന്നു വന്ന പുരുഷാരത്തോട് മുഴുവൻ പറയുകയാണ്, നിങ്ങളുടെ ഉവ്വ് എന്നും നിങ്ങളുടെ ഇല്ല എന്നുമായിരിക്കണം. ഇതിനപ്പുറമായി പ്രവർത്തിക്കുന്നതെല്ലാം ദുഷ്ടൻ്റെ പ്രവർത്തനങ്ങളാണ് എന്നതിനോട് ചേർത്ത് വെച്ച് യേശു കർത്താവ് പറയാണ്, യുവർ യെസ് ഷുഡ് ബി യെസ് ആൻഡ് യുവർ നോ ഷുഡ് ബി നോ. അങ്ങനെ പറയുന്ന ഒരു ദൈവ പൈതലാണ് ഇദ്ദേഹം എന്ന് പൊതുസമൂഹം തിരിച്ചറിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വസിക്കുന്ന ആ യേശു കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു കർത്താവിനെ കുറിച്ച് രേഖപ്പെടുത്തുന്ന പല സന്ദർഭങ്ങളിലും പറയുന്ന അവൻ സത്യമാണ് എന്നാണ്, അല്ലേ? സകലരെയും പ്രകാശിപ്പിക്കുന്ന സത്യമായ പ്രകാശം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്നാണ് യേശു കർത്താവിനെ കുറിച്ച് കൃത്യമായി പറയുന്നത്. യേശു തന്നെ തൻ്റെ ഐ ആം സെയിൻസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സത്യമായ യേശു കർത്താവിനെ പോലെ വാക്കുകളിൽ സത്യമുള്ളവരായി, നിലപാടുകളിൽ ജാഗ്രതയുള്ളവരായി ഈ നാളുകളിൽ ജീവിക്കുവാൻ നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിത ഇടങ്ങളിൽ സാധിക്കുമ്പോഴാണ്, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഏറ്റവും അർത്ഥപൂർണ്ണമായി തീരും. അതുകൊണ്ട് നമ്മുടെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്നതിലൂടെ അസത്യം ഒരു ദൈവ പൈതൽ പറയുകയില്ലെന്നും, ഞാൻ സത്യം മാത്രമേ സംസാരിക്കുകയുള്ളെന്നും, അവനൊരു ദൈവ പൈതലാണ്, അവൻ അസത്യത്തിന് കൂട്ടുനിൽക്കാൻ സാധിക്കത്തില്ലെന്നും ഒരു പൊതുസമൂഹം അറിഞ്ഞാൽ അതിൻ്റെ നന്മ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വിശ്വസിക്കുന്ന സത്യമായ യേശു കർത്താവിനെ അവർക്ക് കണ്ടെത്തുവാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പൊതുസമൂഹത്തിൽ യേശു കർത്താവിനെ പരിഭാഷപ്പെടുത്തി കൊടുക്കുവാൻ, in order to translate Jesus into the public
സ്പേസ് പൊതുസമൂഹത്തിൽ പരിഭാഷപ്പെടുത്തി കൊടുക്കുവാൻ സത്യമായ ക്രിസ്തു 3.5 വർഷം പരസ്യ ശുശ്രൂഷയിലൂടെ സംസാരിച്ചതുപോലെ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ നിന്നും സംസാരം സത്യത്തിൻ്റെ വാക്കുകൾ ആയിരിക്കും. ഒരു കാലഘട്ടത്തിൽ നമ്മൾ മുഴുവൻ അറിഞ്ഞിരുന്നത് എങ്ങനെയായിരുന്നു എന്നറിയാം. ക്രിസ്ത്യാനികൾ ആയിരുന്നു അല്ല, മറിച്ച് അതിനോട് ചേർന്നൊരു വിശേഷണം കൂടി ഉണ്ടായിരുന്നു. എന്താണ്? സത്യക്രിസ്ത്യാനികൾ എന്നായിരുന്നു അറിഞ്ഞത്. ഇന്ന് ഒരു പൊതുസമൂഹത്തിൽ നമ്മളെ ആരെങ്കിലും ഈ സത്യക്രിസ്ത്യാനികൾ എന്ന് അഭിസംബോധന ചെയ്യുമോ? അല്ലേ? എൻ്റെ ഒരു ആശങ്ക എന്നാൽ ഇതിനകത്ത് ഈ ക്രിസ്തൂടെ പോയി, അല്ലേ? ഇന്ന് സത്യമേ പോയിട്ടുള്ളൂ, കുറച്ച് കഴിയുമ്പോൾ ഈ ക്രിസ്തൂടെ പോകുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് സത്യക്രിസ്ത്യാനികൾ എന്ന പൊതുസമൂഹം ഒരു കാലഘട്ടത്തിൽ അടയാളപ്പെടുത്തിയിരുന്ന ദൈവമക്കളെ ഈ കാലഘട്ടത്തിൽ സത്യക്രിസ്ത്യാനികൾ എന്ന് പൊതുസമൂഹം അടയാളപ്പെടുത്തത്തക്ക രീതിയിൽ ഞാൻ സത്യത്തിൻ്റെ പക്ഷം ചേരുന്ന, സത്യത്തിൻ്റെ ഒരു പ്രയോക്താവായി മാറും എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ എന്ന് തീരുമാനമെടുത്തുകൊണ്ട് പോകുവാൻ സാധിച്ചാൽ, പ്രിയമുള്ളവരെ, നമുക്ക് പൊതുസമൂഹത്തിൽ യേശു കർത്താവിൻ്റെ സാക്ഷികളായി തീരുവാൻ, യേശുവിനെ പോലെ സംസാരിക്കുന്നവരാണ് ഈ ദൈവ പൈതൽ എന്ന് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞാൽ അത് യേശു കർത്താവിനെ സാക്ഷിക്കുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ ആലോചന അപ്പോസ്തലനായ യാക്കോബ് ശ്ലീഹ ദൈവജനത്തിന് നൽകുന്നത് എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെ ഉവ്വ് എന്നും എൻ്റെ ഇല്ല എന്നുമായിരിക്കട്ടെ. തീരുമാനമെടുക്കുവാൻ സാധിക്കുമോ? എൻ്റെ ഉവ്വ് എന്നും കാരണവശാലും ഞാൻ അസത്യത്തെ പ്രചരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുകയില്ല. ദുരുപദേശങ്ങൾ സഭയിൽ നുഴഞ്ഞു കയറിയ ഒരു കാലഘട്ടത്തിൽ ദുരുപദേശത്തെ ദൈവജനം ഒരുമിച്ച് നിന്ന് ശക്തമായി പ്രതിരോധിക്കണം എന്ന് യാക്കോബ് ശ്ലീഹ പറഞ്ഞ സന്ദേശം ഏറ്റവും സംഗതമായി തീരുന്നത് ഈ കാലഘട്ടത്തിലാണ്. എത്ര പെട്ടെന്നാണ് തെറ്റായ ഉപദേശങ്ങൾ സഭയ്ക്കുള്ളിലൂടെ നുഴഞ്ഞു കയറി നമ്മെ വല്ലാതെ അതിനെ തെറ്റിക്കുന്നത്, ധ്രുവീകരണം ഉണ്ടാക്കുന്നത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ഇളക്കിക്കളയുന്നത്. ഇതിനെ ചെറുത്തു തോൽപ്പിക്കുവാനുള്ള ജാഗ്രതയും കരുത്തും ഊർജ്ജസ്വലതയും ഈ നാളുകളിൽ ക്രിസ്തു വിശ്വാസികൾക്കുണ്ടാകണം എന്ന് ഈ വേദഭാഗം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 2 കാര്യങ്ങളാണ് നമ്മൾ തീരുമാനമായി എടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. 1, എൻ്റെ വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തം ഉള്ളതായിരിക്കും. 2, എൻ്റെ നാവിനെ ഞാൻ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുമെന്നും അസത്യം പ്രചരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലല്ല, മറിച്ച് സത്യക്രിസ്ത്യാനിയായി ഞാൻ ജീവിക്കുമെന്നും ഒരു തീരുമാനമെടുക്കുവാൻ സാധിച്ചാൽ നമ്മളിലൂടെ ഈ സമൂഹം, സഭ അനുഗ്രഹിക്കപ്പെടുകയും പൊതുസമൂഹത്തിൽ യേശു കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാനും സാധിക്കും. തുടർന്ന് യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം 3-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലാണ്. അവിടെ ശ്രദ്ധേയമായി യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഒരു ദൈവ പൈതൽ എപ്പോഴും ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം അന്വേഷിക്കുന്നവരായിരിക്കണം എന്നാണ്. സീക്ക് ആൻഡ് സെർച്ച് നോളജ് ഫ്രം എബവ്. ഈ ഭാഗമാണ് നമ്മൾ വിദ്യാഭ്യാസ ദിനത്തിൽ സാധാരണ ശ്ലീഹ ഭാഗമായി നമ്മുടെ ഞായറാഴ്ചത്തെ കുർബാന ശുശ്രൂഷയിൽ വായിക്കുന്നത്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം സ്വീകരിക്കുന്ന, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന ഒരു സമൂഹമായി ദൈവമക്കൾ തീരണം എന്ന് യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. എന്താകാം, നമ്മൾ ഓരോ പോയിന്റ് പറയുമ്പോഴും അത് പഠിപ്പിക്കാനുള്ള കാരണം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്താണ് ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മുമ്പേ പറഞ്ഞതുപോലെ തെറ്റായ പല ജ്ഞാന സങ്കേതങ്ങളും ശക്തിപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തുവിശ്വാസികൾ ജീവിച്ചത്. അന്നത്തെ പ്രധാനപ്പെട്ട മതങ്ങളിൽ ഒരു മതം എന്ന് പറയുന്നത് ജ്ഞാനമതം എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്നോസ്റ്റിസിസം എന്ന് പറയുന്ന ഒരു മതമായിരുന്നു. അവർ പറയുകയാണ്, ഈ ലോകത്തിൻ്റെ ജ്ഞാനമാണ് പരമമായ ജ്ഞാനം, ഇതിനപ്പുറത്തേക്കൊരു ജ്ഞാനമില്ല. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ദുരുപദേശങ്ങൾ പ്രചരിപ്പിച്ച് 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തു വിശ്വാസികളെ വല്ലാതെ മാടി വിളിച്ച ഒരു മതസംവിധാനം ആയിരുന്നു ജ്ഞാനമതം എന്ന് പറയുന്ന ഗ്നോസ്റ്റിസിസം. മറ്റൊരു പ്രധാനപ്പെട്ട മതമായിരുന്നു എപ്പിക്യൂരിയനിസം. എപ്പിക്യൂരിയനിസം എന്താ പറയുന്നതെന്ന് അറിയാമോ? നിങ്ങൾക്കൊറ്റ ജീവിതമേ ഉള്ളൂ, ആ ജീവിതം ഈ ലോകത്തിലാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. മനസ്സിലായോ? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയുന്നതും ഈ ലോകത്തിലെ ജ്ഞാനം മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞ് ഒരു ജ്ഞാന പരിസരമുണ്ടാക്കിയ ഒരു കാലഘട്ടത്തിലാണ് യാക്കോബ് ശ്ലീഹ ശ്രദ്ധയോടെ ഈ ലേഖനം എഴുതുന്നത്. ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ജ്ഞാനങ്ങളെല്ലാം നല്ലതാണ്, അതിനെ വിവേചന ശക്തിയോടുകൂടി നിങ്ങൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം നിങ്ങൾ നിരന്തരം പ്രാപിക്കണം. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, ഇന്നത്തെ അറിവിൻ്റെ വിസ്ഫോടനമായ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, വിരൽത്തുമ്പിലാണ് അറിവ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ
ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം നിരന്തരം അന്വേഷിക്കുന്ന, അത് ആർജിക്കുന്ന, ആ ജ്ഞാനത്തിൻ്റെ ആഴവും മൂല്യങ്ങളും ജീവിതത്തിൽ സ്വീകരിക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസ സംഘമായി നിങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കുമോ എന്നാണ് യാക്കോബ് ശ്ലീഹ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അറിവ് നേടുവാനുള്ള മാർഗങ്ങളെല്ലാം നമ്മൾ തേടുമ്പോൾ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം നമ്മളുമായി പങ്കുവയ്ക്കുന്ന മൂല്യബോധത്തിൻ്റെ ആഴം എത്ര വലുതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം അന്വേഷിക്കണം. നോളജ് ഫ്രം ബിലോ ആൻഡ് നോളജ് ഫ്രം എബവ്. പ്രിയമുള്ളവരെ, ശാന്തമായി ചിന്തിക്കുക. ഇന്ന് നമ്മൾ ഈ നോളജ് ഫ്രം ബിലോ മാത്രം സ്വീകരിച്ച് ഏറെ അറിവുള്ളവരായി നിൽക്കുകയാണോ, അതോ ആർ വി റിസീവിങ് നോളജ് ഫ്രം എബവ്? അതിനുള്ള വിശദീകരണം യാക്കോബ് ശ്ലീഹ കൊടുക്കുന്നുണ്ട്. ഈ ജ്ഞാനത്തിൻ്റെ ലക്ഷണം, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനത്തിൻ്റെ ലക്ഷണം, ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സൗമ്യതയാണ് എന്ന് പറയുകയാണ്. അതുകൊണ്ട് 1-ാമത്തെ അധ്യായത്തിൽ യാക്കോബ് ശ്ലീഹ പറയുകയാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും ജ്ഞാനമൽപ്പം കുറവാണെങ്കിൽ, ശ്രദ്ധയോടെ കേട്ടോണം, ജ്ഞാനമൽപ്പം കുറവാണെങ്കിൽ അവനെ അവഹേളിക്കുവാനോ അവനെ അപകീർത്തിപ്പെടുത്തുവാനോ നിങ്ങൾ ശ്രമിക്കരുത്. കാരണം ജ്ഞാനം നിങ്ങൾക്ക് തരുന്നത് സൗമ്യതയാണ് എന്ന് മനസ്സിലാക്കി അവന് ജ്ഞാനം പങ്കുവയ്ക്കുന്ന ഉത്തരവാദിത്തമാണ് നിങ്ങളുടേതെന്ന് 1-ാം നൂറ്റാണ്ടിൽ എത്ര പ്രായോഗികമായി യാക്കോബ് ശ്ലീഹ സംസാരിക്കുന്ന വചനങ്ങൾ എത്ര ശ്രദ്ധേയമാണ്. യാക്കോബ് ശ്ലീഹ തുടർന്ന് പറയുകയാണ്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം 1-ാമത് നിർമ്മലവും, 2-ാമത് സമാധാനവും, 3-ാമത് ശാന്തതയും, 4-ാമത് അനുസരണവും, 5 കരുണയും സൽഫലവും നിറഞ്ഞതും, 6 പക്ഷപാതവും കാപഢ്യവും ഇല്ലാത്തതുമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എല്ലാം തന്നെ മൂല്യബോധത്തിൽ നിന്ന് അടിസ്ഥാനപ്പെട്ട ജ്ഞാനമാണ് എന്ന് യാക്കോബ് ശ്ലീഹ തൻ്റെ ലേഖനത്തിൽ അടയാളപ്പെടുത്തുകയാണ്. ഇന്നേതു വഴിയിലൂടെയും അറിവ് നേടുമ്പോൾ മൂല്യത്തെ വല്ലാതെ തമസ്കരിച്ച് കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് ഈ ചുങ്കത്തറ വന്നപ്പോൾ ഏറെ അഭിമാനമായി തോന്നിയ 2 കാര്യം, ഈ പട്ടണത്തിൽ അറിവ് പങ്കുവയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ മാർത്തോമാ സഭയുടേതാണ് എന്നുള്ളതാണ്. നമുക്ക് അനുഗ്രഹീതമായ ചുങ്കത്തറ കോളേജുണ്ട്, അതിലുപരിയായി നമുക്ക് മനോഹരമായൊരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അപ്പോൾ ഈ പ്രദേശത്ത് അറിവ് പങ്കുവയ്ക്കുന്നതിൽ വളരെ പ്രാധാന്യം കൽപ്പിച്ച് അത് ചില വർഷങ്ങളായി അതീവ ജാഗ്രതയോടെ നിർവഹിക്കുന്ന ദൈവജനത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഉയരത്തിൽ നിന്നുള്ള മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഏതൊരു വിദ്യാഭ്യാസ പ്രക്രിയയും അത് പൂർണ്ണതയിൽ എത്തിച്ചേരുകയില്ല എന്ന് മനസ്സിലാക്കി നിരന്തരം മൂല്യങ്ങൾ അന്വേഷിക്കുന്ന, ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്കും ശീലങ്ങൾക്കും അവസരം കൊടുക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ആവിഷ്കാര ഇടങ്ങൾ കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും അർത്ഥപൂർണ്ണമായി തീരുന്നത്. അങ്ങനെയെങ്കിൽ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ദൈവ പൈതൽ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിക്കുവാൻ ദൈവസന്നിധിയിൽ ശാന്തമായി താണിരുന്ന് പ്രാർത്ഥിക്കുകയും ആ ജ്ഞാനം എൻ്റെ ജീവിതത്തിൽ തരുന്ന മൂല്യബോധത്തിനനുസരിച്ച് എൻ്റെ അനുദിന ജീവിതത്തെ പുനർക്രമീകരിക്കുവാൻ സാധിക്കുമോ എന്നുള്ളതാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് കൈലാസ് സത്യാർത്ഥി എന്ന് പറയുന്ന ഒരാൾ. കുഞ്ഞുങ്ങൾക്കറിയാമോ? എൻ്റെ മുമ്പിൽ കുഞ്ഞുങ്ങൾ ധാരാളം ഇരിപ്പുണ്ട്. അവരെല്ലാവരും ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്, നല്ല കുറിപ്പുകളൊക്കെ എഴുതുന്നുണ്ട്. പ്രായമുള്ളവരൊന്നും എഴുതിയെടുക്കുന്നില്ല, പക്ഷേ കുഞ്ഞുങ്ങൾ എഴുതുന്നുണ്ട്. അവരോടൊരു ചോദ്യം, ആരാണ് കൈലാഷ് സത്യാർത്ഥി? ഹാവ് യു എവർ ഹേർഡ് അബൌട്ട് കൈലാഷ് സത്യാർത്ഥി? ചില വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ നിന്നും സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആളാണ് കൈലാഷ് സത്യാർത്ഥി. നിങ്ങൾ ആരെങ്കിലും കൈലാഷ് സത്യാർത്ഥിയുടെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ജീവചരിത്രം DC ബുക്ക് ഇറക്കിയിട്ടുണ്ട്, ഒന്ന് വായിക്കും. അതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. ശ്രദ്ധയോടെ കേട്ടോ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്, കാരണം അവർ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. കുഞ്ഞുങ്ങൾ ഇന്ന് പ്രസംഗപീഠത്തിന് ഏറ്റവും അടുത്തിരിക്കുന്നവരാണെങ്കിലും അവർ അദൃശ്യരായി തീരുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രസംഗനെ സംബന്ധിച്ച് അവർ പലപ്പോഴും ഇൻവിസിബിളായി തീരും. അതുകൊണ്ട് അവരെ ഒന്ന് വിസിബിളാക്കി തീർക്കുവാൻ അവർക്കിഷ്ടമുള്ള ഒരു സംഭവം ഞാൻ പറയുകയാണ്. കൈലാഷ് സത്യാർത്ഥിയെ മാതാപിതാക്കൾ ഒരു പുതിയ സ്കൂളിൽ ചേർത്തു. 1-2 ക്ലാസ്സുകളിൽ പഠിക്കുന്ന പ്രായമാണ്, ചെറിയ ഒരു കുട്ടിയാണ്. കൈലാഷ് സത്യാർത്ഥി ഒരു പുതിയ സ്കൂളിൽ പോകുവാൻ വീട്ടിൽ നിന്ന്, അവർ സാമ്പത്തികമായി നല്ല സാഹചര്യമൊക്കെയുള്ള വീട്ടിലായതുകൊണ്ട് വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ കൊണ്ട് സ്കൂളിൻ്റെ ഗേറ്റിൽ ഇറക്കി. ആദ്യമായി സ്കൂളിൽ പോകുമ്പോൾ പുതിയ ബാഗുണ്ട്, പിന്നെ എന്തുണ്ട്, പുതിയ കുടയുണ്ട്, അല്ലേ? വളരെ പ്രതീക്ഷയോടുകൂടി സ്കൂളിൽ കയറാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കൈലാഷ് സത്യാർത്ഥി ആ സ്കൂളിൻ്റെ ഗേറ്റിൽ തൻ്റെ 7-ാമത്തെ വയസ്സിൽ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? തൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുവാൻ പ്രായമുള്ള ഒരു കുട്ടി സ്കൂൾ ഗേറ്റിൻ്റെ തൊട്ട് മുമ്പിലിരുന്ന് അപ്പനോടൊപ്പം ഷൂ പോളിഷ് ചെയ്യുന്ന ജോലിയാണ്. 7 വയസ്സുകാരൻ ഇത് കണ്ടാൽ എന്താ കാര്യം? അവൻ്റെ അപ്പൻ അവൻ്റെ അമ്മയും അവനെ കൊണ്ട് വണ്ടിയിൽ ഇറക്കിയിട്ടുണ്ട്, സ്കൂളിൽ പോയി പഠിച്ചാൽ മതി, പുതിയ സ്കൂളാണ്, വലിയ സ്കൂളാണ്, വലിയ ആവേശപൂർവ്വം പ്രവേശിക്കുകയാണ്. എന്നാൽ ഈ ഒരു കൊച്ചു കാഴ്ച 7-ാം വയസ്സിൽ അവൻ്റെ ഹൃദയത്തിൽ ഉടക്കി. പുതിയ സ്കൂളിൽ ആദ്യമായി പോയി. ക്ലാസ് ടീച്ചർ വന്ന് അറ്റൻഡൻസ് എടുത്തതിന് ശേഷം എല്ലാവരുടെയും പേരുകൾ വിളിച്ചതിന് ശേഷം
ഈ 7 വയസ്സുകാരൻ ടീച്ചറോട് പറഞ്ഞ ആദ്യത്തെ കാര്യം, ടീച്ചർ, നമ്മുടെ സ്കൂളിൻ്റെ ഗേറ്റിൽ ഒരു കുട്ടി ഇരിപ്പുണ്ട്. നമ്മുടെ ഈ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുവാൻ പറ്റിയ പ്രായത്തിലുള്ളവനാണ് ഇരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ അവനെ പ്രവേശിപ്പിക്കും. ടീച്ചർ അവൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, മോനെ, ഇവിടെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 6 മാസത്തിന് മുമ്പ് അഡ്മിഷൻ എടുക്കണം. അങ്ങനെയുള്ളൊരു സ്കൂളാണ് ഇവിടെ ഒരു കാരണവശാലും പറ്റുകയില്ല എന്നുള്ളത്. പിറ്റേ ദിവസം രാവിലെ കൈലാഷ് സത്യാർത്ഥിയെ മാതാപിതാക്കൾ കൊണ്ടുവിട്ടു. അവൻ സ്കൂളിലേക്ക് കയറുമ്പോൾ രാവിലെ കണ്ട കാഴ്ച, ആ കുട്ടി അതേ സ്ഥാനത്ത് പിതാവിനോടൊപ്പം ഇരിക്കും. പുതുതായി സ്കൂളിൽ ചേർന്നതിൻ്റെ 2ാമത്തെ ദിവസം, ശ്രദ്ധയോടെ കേട്ടോണം, 7 വയസ്സുകാരൻ്റെ കഥയാണ് പറയുന്നത്. അവൻ അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ആ സ്കൂളിൻ്റെ മുമ്പിൽ കൂടെ പോയ, അവൻ്റെ മുറിയുടെ മുമ്പിൽ കൂടെ പോയ ആയയോട് ചോദിച്ചു, നമ്മുടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളോ ഹെഡ് മാസ്റ്ററോ ഇരിക്കുന്ന മുറി, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സാർ ഇരിക്കുന്ന മുറി എനിക്കൊന്ന് കാണിച്ചു തരാം. ഇവൻ അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ആ പ്രധാനപ്പെട്ട അധ്യാപകൻ ഇരിക്കുന്ന മുറിയിൽ പോയി കൊട്ടി വിളിച്ചിട്ട് സാറിൻ്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, സാറേ, നമ്മുടെ സ്കൂളിൻ്റെ മുമ്പിൽ 7 ഈ ക്ലാസ്സിൽ, എൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന പ്രായത്തിൽ ഒരു കൊച്ചുകുട്ടി ഇരിപ്പുണ്ട്, അവനെ കൂടെ നമ്മുടെ ക്ലാസ്സിൽ ചേർത്തൊന്ന് പഠിപ്പിക്കാം. അപ്പോൾ സാറും ആ ടീച്ചർ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞു. അവൻ വളരെയധികം ദുഃഖിച്ചു. എന്നല്ല, അതിനൊന്നും അവൻ നിസ്സഹായനായി തീർന്നില്ല. 3-ാം ദിവസം, ഞാൻ ഈ 3 എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ സംഭവിച്ച കാര്യമായിരിക്കും. ആ പുസ്തകത്തിൽ വായിച്ചതിൻ്റെ ഓർമ്മ വെച്ച് ഞാൻ പറയുകയാണ്. കറക്റ്റ് 1-ാം ദിവസമാണോ 2-ാം ദിവസമാണോ എന്നൊന്നും നിങ്ങൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഇതിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടല്ലോ മതി. അടുത്ത ദിവസം അവൻ സ്കൂളിൻ്റെ കവാടത്തിലിറങ്ങി. പതിവ് പോലെ സ്കൂളിൽ കയറിയില്ല. മറിച്ച് ഈ കുട്ടിയുടെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഇവനെ ഇവിടെ ഇരുത്തി പണി ചെയ്യിപ്പിക്കുന്നത് എന്തിനാണ്? ഇവനെ എൻ്റെ കൂടെ ക്ലാസ് മുറിയിൽ അയക്കാം. അപ്പൻ ഇവൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ അദ്ദേഹം ജോലി തുടർന്നു. അല്പം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇതവൻ്റെ കുലത്തൊഴിലാണ്, അവനത് ചെയ്തുകൊള്ളു, നീ അതിനെക്കുറിച്ച് പ്രയാസപ്പെടണം. അന്ന് ആ 7-ഓ 8-ഓ വയസ്സുള്ള ബാലകൻ ഒരു തീരുമാനമെടുത്തു. എന്താ തീരുമാനമെടുത്തെന്നറിയാമോ? ഞാൻ വളർന്ന് വലുതായി തീർന്നാൽ ഈ സമൂഹത്തിൽ എൻ്റെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ജോലി ബാലവേല എന്നാണ് പറയുന്നത്. അത് അന്നും ബാലവേലയാണോ എന്നൊന്നും അവനറിയത്തില്ലായിരുന്നു. അത് നടക്കാൻ പാടില്ലാത്ത പ്രവർത്തനങ്ങളിൽ ഞാൻ പങ്കാളിയാകും. ഇത് പ്രിയമുള്ളവരെ കേവലം അറിവ് നൽകുന്ന കാര്യങ്ങളല്ല, മറിച്ച് അറിവിനോടൊപ്പം മൂല്യങ്ങളൂടെ ചേർക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ദർശനങ്ങളാണ്. ഒരു കൊച്ചു കുഞ്ഞിന് ഇങ്ങനെ ഒരു മൂല്യദർശനം ഉണ്ടായി എന്ന് പറയുമ്പോൾ എന്തു വലിയൊരു കാര്യമായി നമ്മൾ മനസ്സിലാക്കണം. അന്ന് 7 വയസ്സുള്ള ബാലകനെടുത്ത തീരുമാനമാണ്, ഞാൻ വളർന്ന് വലുതാകുമ്പോൾ ഇത് ചെയ്യും. അദ്ദേഹം പഠിച്ചു, മിടുക്കനായി പഠിച്ചു, ഒരു എൻജിനീയറായി തീർന്നു. വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ അദ്ദേഹം ജോലിക്ക് കയറി. പക്ഷെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ജോലി രാജിവെച്ച് ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയായിരുന്നു. കൈലാഷ് സത്യാർത്ഥിയെക്കുറിച്ച് നമ്മൾ ആരും ഇതിനു മുമ്പ് കേട്ടിട്ടില്ല, എങ്ങും വായിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ചപ്പോഴാണ് ഭാരതീയർ ഇങ്ങനെയുള്ള ആളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവൻ ഈ ബാലവേല ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. അദ്ദേഹം ആദ്യമായി ചെയ്തത് ബാലവേല നടക്കുന്ന സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ സത്യാഗ്രഹം ഗാന്ധിയൻ രൂപത്തിൽ നിർവഹിച്ചു എന്നുള്ളതാണ്. ബാലവേല ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നിയമപരമായി കേസുകൾ കൊടുക്കുവാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘവർഷത്തിൻ്റെ പോരാട്ടത്തിന് ശേഷമാണ് ഒരു കോടതി അല്ലെങ്കിൽ ഒരു വിധിയായി പുറത്തു വന്നു. നമ്മുടെ പരവതാനികൾ, കാർപ്പറ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനികളെല്ലാം അതിൻ്റെ പ്രൊഡക്ഷൻ്റെ മുകളിൽ ഒരു റഗ് മാർക്ക് അടിക്കണം. എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ബാലവേല കൂടാതെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട പ്രൊഡക്റ്റാണെന്നുള്ള റഗ് മാർക്ക് അടിക്കണം എന്ന് പറയും. അങ്ങനെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ച ഒരു പ്രവർത്തനം കിട്ടിയ അവാർഡാണ് കൈലാഷ് സത്യാർത്ഥിക്ക് കിട്ടിയ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് മൂല്യങ്ങൾ നഷ്ടപ്പെട്ട വിദ്യാഭ്യാസ സംവിധാനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ദൈവ പൈതൽ ഉയരത്തിൽ നിന്നുള്ള മൂല്യങ്ങൾ നിരന്തരം അന്വേഷിക്കണം എന്ന് ഈ വേദഭാഗം പറയുമ്പോൾ, ഒരു ദൈവമക്കളായ എന്നെ നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഉയരത്തിൽ നിന്നുള്ള മൂല്യങ്ങൾ പങ്കുവയ്ക്കുന്ന ക്രിസ്തീയ വിദ്യാഭ്യാസ പ്രക്രിയയെ ഈ നാളുകളിൽ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. എൻ്റെ സ്നേഹിതൻ സനലച്ചൻ സൺഡേ സ്കൂളിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയും സൺഡേ സ്കൂളിൻ്റെ മുഴുവൻ ടീം പ്രവർത്തകരും ഇവിടെയുണ്ടല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഉയരത്തിൽ നിന്നുള്ള മൂല്യം അന്വേഷിക്കുന്ന, അറിവന്വേഷിക്കുന്ന ഒരു പുതിയ സംഘമായി നിലനിൽക്കുകയും ദൈവരാജ്യ മൂല്യങ്ങളും ശീലങ്ങളും ചെറുപ്രായത്തിലെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം അന്വേഷിക്കുന്ന ഒരു സംഘമായി തീരുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏത് കാലഘട്ടത്തിലുമുള്ള ക്രിസ്തു വിശ്വാസികൾ ഉയരത്തിൽ നിന്ന് ജ്ഞാനം അന്വേഷിച്ച് അങ്ങനെ ദൈവരാജ്യ മൂല്യങ്ങളും ശീലങ്ങളും തങ്ങളുടെ പ്രായോഗിക ജീവിതയിടങ്ങളിൽ പ്രയോക്താക്കളായി തീരുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരുന്നത്, പ്രായോഗിക ക്രിസ്തീയ ജീവിതം ഏറ്റവും ധന്യമായി തീരുന്നത് എന്ന് യാക്കോബ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് 3 പ്രായോഗിക നിർദ്ദേശങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ എടുക്കേണ്ട തീരുമാനം, ഞാനും എൻ്റെ തലമുറയും
മൂല്യബോധത്തോടുകൂടി ഒരു ജീവിതം കാഴ്ചവെക്കും. ദൈവരാജ്യം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന മൂല്യങ്ങളും ശീലങ്ങളും ഞങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കും. അങ്ങനെ ദൈവരാജ്യ മൂല്യങ്ങളും ശീലങ്ങളും ആവിഷ്കരിക്കുന്ന ഒരു സമൂഹമായി തീരും. ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന മൂല്യങ്ങൾ കണ്ടിട്ട്, അനുദിന ജീവിതത്തിലും പൊതുസമൂഹങ്ങളിലും ഞങ്ങളുടെ ശീലങ്ങൾ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? അനേകർ യേശു കർത്താവിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അതിലൂടെ കർത്താവിൻ്റെ സാക്ഷികളായി പൊതുസമൂഹത്തിൽ മാറുകയാണ് എന്ന് ഈ വേദഭാഗം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. നാലാമതായി യാക്കോബ് ശ്ലീഹ പറയുന്ന നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ചിന്ത, അഭിമന്യ തിരുമേനി ഇന്ന് പറഞ്ഞതും നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധേയമായ ചിന്തയാണ്. ഒരു പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ദൈവ പൈതലിനെ അടയാളപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവൻ നീതിക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുകയും സമൂഹത്തിൽ സമത്വം സൃഷ്ടിക്കുന്ന പദ്ധതികളിൽ പങ്കുചേരുകയും ചെയ്യുമ്പോഴാണ് എന്ന് 1-ാം നൂറ്റാണ്ടിൽ യാക്കോബ് ശ്ലീഹ പറഞ്ഞ വാക്കുകൾ എത്ര സംഗതമാണ്. ഒരു ദൈവ പൈതൽ നീതിബോധമുള്ള ദൈവ പൈതലായി തീരുമ്പോൾ സമൂഹങ്ങളുടെ അതിർവരമ്പുകൾ വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ സമത്വത്തിനു വേണ്ടി നിലപാടുകൾ എടുക്കുന്ന, നീതിക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുന്ന ഒരു സമൂഹമായി നമ്മൾ തീരണം എന്ന് യാക്കോബ് ശ്ലീഹ കൃത്യമായി പറയുകയാണ്. നമുക്കറിയാം ഇത് പറയാനുള്ള കാരണം എന്താണ്? യാക്കോബ് ശ്ലീഹ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ധ്രുവീകരണം സംഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു. അന്നത്തെ റോമ ഭരണക്കാർ ജനങ്ങളെ ഭരിക്കുവാൻ വേണ്ടി സമൂഹത്തെ പല തട്ടുകളായി തിരിച്ച്, റിച്ച് ആൻഡ് പുവർ, അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ് എന്നൊക്കെ തിരിച്ച് സമൂഹത്തെ പല തട്ടുകളായി തിരിച്ച് ഒരു സോഷ്യൽ ഹൈറാർക്കി രൂപപ്പെടുത്തി ജനങ്ങളെ ഭരിച്ച ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് ഒരു സമൂഹത്തെ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാലും അക്കാലഘട്ടത്തിൽ ശക്തമായ വേർതിരിവുകളും ശക്തമായ ധ്രുവീകരണങ്ങളും നിലനിന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് വേർതിരിവുകൾ നിലനിന്ന ഒരു സാമൂഹിക പരിസരത്തിൽ അല്ലെങ്കിൽ ഒരു പൊതുവിടത്തിൽ വേർതിരിവുകൾ ഇല്ലാതെ സാധാരണക്കാരനും നീതി സംരക്ഷിച്ചു കൊടുക്കുന്ന, അവൻ്റെ നീതിക്ക് വേണ്ടി നിരന്തരം വാദിക്കുന്ന ഒരു ഉത്തരവാദിത്വം ദൈവ പൈതലിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് അസന്നിഗ്ധമായി യാക്കോബ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് 5-ാം അധ്യായം അതിൻ്റെ ആദ്യ വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവീൻ. നിങ്ങളുടെ ധനം പങ്കുവയ്ക്കപ്പെട്ടില്ലെങ്കിൽ അത് ദ്രവിച്ചും നിങ്ങളുടെ ഉടുപ്പ് പുഴുവരിച്ചും പോകും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സമ്പത്ത് പങ്കുവയ്ക്കപ്പെടാതെ പോയാൽ അത് ദ്രവിച്ചും പങ്കുവയ്ക്കപ്പെടാത്ത ഉടുപ്പ് പുഴുവരിച്ചും പോകും എന്നുള്ള വാക്കുകൾ എത്ര ശ്രദ്ധേയമായ വാക്കുകളാണ്. സമ്പന്ന ദരിദ്ര വേർതിരിവുകൾ സഭയ്ക്ക് പുറത്തും സഭയ്ക്കുള്ളിലും ഉണ്ടായ ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ് യാക്കോബ് ശ്ലീഹ ഇത് പറയുന്നത്. റിച്ച് ആൻഡ് പുവർ കോൺഫ്ലിക്റ്റ് ഒരു റിയാലിറ്റിയായി മാറിയ കാലഘട്ടത്തിൽ സമ്പന്നരോട് പറയുകയാണ്, സമ്പന്നരെ പങ്കുവയ്ക്കുവാൻ നിങ്ങൾക്ക് മനസ്സുള്ളവരായി തരും. എന്നെ ഏറ്റവും അധികം വെല്ലുവിളിക്കുന്ന ഒരു വാക്യം യാക്കോബ് ശ്ലീഹയുടെ 5-ാം അധ്യായം 4-ാം വാക്യമാണ്. അത് വായിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് വളരെ പെട്ടെന്ന് പോകാം. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചു വെച്ചുവല്ലോ, അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുകയാണ്. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ എത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. യാക്കോബ് വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന ആളാണെന്ന് നമുക്ക് തോന്നാം, വളരെ പ്രായോഗികമായി സംസാരിക്കുന്ന ആളാണെന്ന് തോന്നാം. എന്നാൽ എത്രയോ വലിയ വിമർശനത്തിൻ്റെ വാക്കുകളാണ് അദ്ദേഹം ഇവിടെ കുറിച്ചിട്ടിരിക്കുന്നത്. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത നിങ്ങളുടെ ഇടയിൽ തന്നെയുള്ള സാധാരണക്കാരൻ്റെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ, അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. നിങ്ങളൊരു പക്ഷേ കേട്ട് കാണത്തില്ല, പക്ഷേ കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നീതി നിഷേധം ന്യായവിധിക്ക് കാരണമാണ് എന്ന് അസന്നിഗ്ധമായി കൃത്യമായി ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രായോഗിക ജീവിത ഇടങ്ങളിൽ നീതിയും സമത്വവും നിലനിൽക്കുന്ന ഒരു സുന്ദര സുരഭിലമായ ഒരു സാഹചര്യം ഉണ്ടാക്കുക, പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുക ഒരു ദൈവ പൈതലിൻ്റെ പരമപ്രധാനമായ ഉത്തരവാദിത്തമാണ്. അത് ദൈവരാജ്യത്തിൻ്റെ നീതിബോധമാണ്. യേശു കർത്താവ് 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയിൽ അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ച ഒരു മേഖലയാണെന്ന് തിരിച്ചറിഞ്ഞ് പൊതുസമൂഹത്തിൽ നീതിയുടെ വക്താക്കളായി തീരുവാൻ നമുക്ക് സാധിക്കുമോ? പൊതുസമൂഹത്തിൽ സമത്വം നിലനിൽക്കുന്ന അനുഭവക്കാരായി നമുക്ക് തീരുവാൻ സാധിക്കുമോ? പ്രിയമുള്ളവരെ, സഭയെക്കുറിച്ചുള്ള നിർവചനങ്ങളിൽ ഏറ്റവും നല്ല നിർവചനം ആദിമ സഭയുടെ മാതൃകകൾ കണ്ടുകൊണ്ട് പറഞ്ഞ ഒരു മാതൃകയാണ്. അത് മാതൃക എന്താണെന്ന് ചോദിച്ചാൽ, ചർച്ച് ഈസ് എ കമ്മ്യൂണിറ്റി ഓഫ് ഈക്വൽസ് എന്നാണ്.
സഭ എന്ന് പറയുന്നത് തുല്യരുടെ ഒരു സംഘമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ സഭയ്ക്കുള്ളിൽ, ഇടവകയ്ക്കുള്ളിൽ വേർതിരിവുകൾ ശക്തിപ്പെട്ടു വരുമ്പോൾ, വേർതിരിവുകളുടെ ആഴവും അതിൻ്റെ വിശാലതയും വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ പരിസരങ്ങളിൽ അനേകർക്ക്, സാധാരണക്കാർക്ക് നീതി നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പാർക്കുമ്പോൾ, നീതി പുനഃസ്ഥാപിക്കുന്ന, സമത്വത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി പോരടിക്കുന്ന ഒരു ദൈവവൈതലായി ജീവിത പരിസരങ്ങൾ തീരുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഈ ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ട വലിയ ഒരു ഇടവകയിൽ ഒരു വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി. അവിടുത്തെ അച്ഛന് വളരെ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ഒരിടത്ത് പോകേണ്ടി വന്നു. നേരത്തെ നിശ്ചയിച്ച കാര്യമൊന്നുമല്ല. എന്നോട് ചോദിച്ചു, ഞാനൊരു സ്ഥാപനത്തിൽ ഇരിക്കുകയായതുകൊണ്ടും ഒരു ഇടവകയുടെ ചുമതല ഇല്ലാതിരുന്നുകൊണ്ടും എന്നോട് ചോദിച്ചു, അച്ഛൻ വന്ന് ഇന്നത്തെ വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകാം. ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ ഫ്രീ ആണ്, ഞാൻ വരാമല്ലോ എന്ന് പറഞ്ഞു. ഒരു വലിയ ദേവാലയമാണ്, ധാരാളം ആൾക്കാർ വരും. അന്നത്തെ വിശുദ്ധ കുർബാന ശുശ്രൂഷയും വചന ശുശ്രൂഷയും ഒക്കെ കഴിയുമ്പോൾ അല്പം ക്ഷീണിച്ച് ഞാൻ അതിൻ്റെ സൈഡ് റൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കാപ്പിയൊക്കെ കൊണ്ടു തന്നു. ഞാൻ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച ഒരു സുമുഖനായ വ്യക്തി, ആ ഇടവകയിലെ ഒരു പ്രമാണിയാണെന്ന് തോന്നുന്നു, ഓടിക്കേറി സൈഡ് റൂമിൽ വന്ന് അവിടെ നിന്ന് ശുശ്രൂഷകനെ വിളിച്ച് വല്ലാതെ വഴക്ക് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഇരുന്നതിൻ്റെ തൊട്ട് മുകളിലുള്ള ഫാൻ കറങ്ങിയില്ല എന്നുള്ളതാണ് പ്രശ്നം. വലിയ കാര്യമൊന്നും പള്ളിയിൽ സംഭവിച്ചില്ല, എല്ലാ ശുശ്രൂഷയാണ്. ഇത്രയും പേരിരിക്കുന്ന 600 വീട്ടുകാരുള്ള ഒരു വലിയ പള്ളിയിൽ അദ്ദേഹം ഇരുന്നതിൻ്റെ തൊട്ട് മുകളിലുള്ള ഫാൻ കറങ്ങിയില്ല എന്നുള്ളതാണ് അന്ന് ശുശ്രൂഷ ചെയ്ത ശുശ്രൂഷകനെ ആ ഒരു അച്ഛൻ്റെ മുമ്പിൽ വന്ന് അവഹേളിക്കുവാനുള്ള കാര്യം. എനിക്ക് വളരെയധികം ദുഃഖം തോന്നി. ഞാൻ പെട്ടെന്ന് ആ ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ചു, മധുവായ്ക്കുള്ളിൽ പ്രവേശിച്ചു, പെതുക്കെ ആ മറ മാറ്റി ഒന്ന് നോക്കി. 4 വരികളിലായിട്ട് ഞാൻ പെട്ടെന്ന് എണ്ണി 15 ഫാൻ വെച്ച് 60-ൽ പരം ഫാൻ കറങ്ങുകയാണ്. ഈ 60-ൽ പരം ഫാനിൽ ഈ മനുഷ്യൻ ഇരുന്നതിൻ്റെ തൊട്ട് താഴത്തെ ഫാൻ എന്തുകൊണ്ടോ കറങ്ങിയില്ല. ഒരു സ്വിച്ചിലായിരിക്കത്തില്ല ഫാൻ എന്ന്. അതിന് ആ ഇടവകയിലെ ശുശ്രൂഷകനെ വന്ന് വല്ലാതെ അദ്ദേഹം ശകാരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കേട്ടു. വേർതിരിവുകൾ എത്ര ശക്തമാണ് ഇന്നും നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ ഇടവകളിൽ എന്നുള്ളതിൻ്റെ പച്ചയായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. പ്രിയമുള്ളവരെ, ആ ശുശ്രൂഷകൻ രാവിലെ വന്ന് ദേവാലയത്തിൻ്റെ ചുറ്റുമുള്ള കരിയിലകൾ മുഴുവൻ വാരിക്കളയണം. അച്ഛൻ ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ത്രോണോസ് ഒരുക്കണം. അദ്ദേഹത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ചൂടുവെള്ളം ഒരുക്കണം, തണുത്ത വെള്ളം ഒരുക്കണം, എന്തോ സൗകര്യങ്ങൾ ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫാനിൻ്റെ സ്വിച്ച് ഇടാൻ മറന്നു പോയതിൽ നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മുടെ ഇടവകളിൽ തന്നെ വേർതിരിവുകൾ വല്ലാതെ ശക്തിപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ, നമ്മളെ കണ്ട് എങ്ങനെ പൊതുസമൂഹം പഠിക്കും? അതുകൊണ്ട് യാക്കോബ് ശ്ലീഹ വളരെ കൃത്യമായി അവരെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സാധാരണക്കാരൻ്റെ പോലും നീതി നിഷേധിക്കുവാൻ ഒരു ദൈവവൈതലിന് അവകാശമില്ല. മറിച്ച് അവൻ്റെ ഉത്തരവാദിത്വം സമൂഹത്തിൽ കരയുവാൻ ശബ്ദമില്ലാതെ നേർത്ത ശബ്ദങ്ങൾ ഉയർത്തുന്നവരുടെ വേദനകളിൽ പങ്കുചേർന്ന് അവന് നീതി ഉറപ്പാക്കി കൊടുക്കുന്ന യേശു കർത്താവ് ചെയ്ത ദൈവരാജ്യ ശുശ്രൂഷയിൽ ഈ കാലഘട്ടത്തിൽ സംഗതമായി പങ്കെടുക്കുകയാണ് എന്ന് പറയുന്ന വാക്കുകൾ എത്ര സത്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 4ാമതായി ഒരു തീരുമാനമായി നമ്മുടെ സമൂഹത്തിലേക്ക് നമുക്ക് കടന്നു പോകാം, പൊതുവിടങ്ങളിലേക്ക് കടന്നു പോകാം. എൻ്റെ ജീവിത പരിസരങ്ങളിൽ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവരുടെ നീതി നിവർത്തിച്ചു കൊടുക്കുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിൽ എന്നാൽ ആവോളം ഞാൻ പങ്കുചേരും. ധ്രുവീകരണം വർദ്ധിച്ചു വരുന്ന, ബോധപൂർവം ധ്രുവീകരണം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ സഭയിലോ സമൂഹത്തിലോ ഒരു ധ്രുവീകരണവും ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ബോധപൂർവം ഞാൻ പങ്കുചേരുകയില്ലെന്നും, മറിച്ച് സഭയ്ക്കുള്ളിലും സമൂഹത്തിലും സമത്വം നിലനിൽക്കുന്ന ഒരു സുന്ദരമായ സമൂഹത്തിൻ്റെ രൂപീകരണത്തിൽ എന്നാലാവോളം പങ്കുചേരും എന്നുള്ള തീരുമാനമെടുക്കുവാൻ സാധിച്ചാൽ നമ്മുടെ പ്രായോഗിക ക്രിസ്ത്യ ജീവിതം ഏറ്റവും അർത്ഥപൂർണ്ണമായി തീരും. ഒരു ചെറിയ കാര്യം കൂടെ യാക്കോബ് ശ്ലീഹ വളരെ ശ്രദ്ധയോടുകൂടി നമ്മളെ പഠിപ്പിക്കുന്ന പ്രായോഗിക പാഠം പറഞ്ഞുകൊണ്ട് എൻ്റെ ധ്യാനം അവസാനിപ്പിക്കും. നമ്മളിപ്പോൾ വായിച്ചു കേട്ടതിൻ്റെ തുടർച്ചയായി 5-ാം അധ്യായത്തിൽ തുടർച്ചയായി 5-ാം അധ്യായത്തിൽ നമ്മൾ പ്രായോഗികമായി ശ്രദ്ധിക്കേണ്ട 5-ാമത്തെ കാര്യം യാക്കോബ് ശ്ലീഹ പറയുന്നത്, ദൈവമക്കളെ, നിങ്ങൾ സഹിഷ്ണുതയോടെ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരുടെ സൗഖ്യത്തിൽ പങ്കാളികളായി തീരുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ശ്രദ്ധേയമായ 2 കാര്യങ്ങളാണ്, വളരെ ലളിതമായ കാര്യങ്ങളാണ്. എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? നിങ്ങൾ സഹിഷ്ണുതയോടെ പ്രാർത്ഥിക്കുകയും പിന്നെ സമൂഹത്തിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കാളികളായി തീരുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. യാക്കോബ് ശ്ലീഹ 5-ാം അധ്യായം 7 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ 2 ഉദാഹരണങ്ങളാണ് ഇത് പഠിപ്പിക്കുവാൻ ദൈവജനത്തിന് നൽകുന്നത്. എന്താണെന്നറിയാമോ? ഒന്ന്, ഇയ്യോബിനെ പോലെ സഹിഷ്ണുതയോടെ തൻ്റെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരുന്നത് പോലെ നിങ്ങൾ കാത്തിരിക്കണം എന്നാണ് പറയുന്നത്.
നമ്മൾ ഇന്ന് ഇൻസ്റ്റൻ്റായി മറുപടി ലഭിക്കണമെന്നാണ്. കൺവെൻഷൻ കഴിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സൗഖ്യം ലഭിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെയല്ല, സഹിഷ്ണുതയോടെ കാത്തിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അതിനോട് ചേർത്ത് വെച്ച് മനസ്സിലാകുന്ന രീതിയിൽ യാക്കോബ് ശ്ലീഹ പറയുകയാണ്, ഒരു കൃഷിക്കാരൻ്റെ ഉദാഹരണമാണ് പറയുന്നത്. ഒരു കൃഷിക്കാരന് നിലമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മഴ പെയ്യണമെന്നില്ല. മറിച്ച് ഒരു കൃഷിക്കാരൻ നിലം ഉഴുന്നതിന് മുമ്പ് മുൻമഴയ്ക്കായി കാത്തിരിക്കുന്നത് പോലെ, നിലം ഉഴുതതിന് ശേഷം കൃഷി ഇറക്കുവാൻ പിന്മഴയ്ക്കായി കാത്തിരിക്കുന്നത് പോലെ ജാഗ്രതയോടെ കാത്തിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ പ്രാർത്ഥനയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സഹോദരങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി സഹിഷ്ണുതയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഒരു സമൂഹമായി തീരുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഇടവകളിൽ കടന്നു വരുന്ന സഭാംഗങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി മാത്രമല്ല, ഒരു ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി, ഒരു ദേശത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥതയണച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സംഘമായി നിലനിൽക്കുന്നതിലൂടെ ഒരു സൗഖ്യദായക സംഘമായി മാറുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്ന് പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട അച്ഛൻ വളരെ കൃത്യമായി എസ് ജോർജ് അച്ഛൻ ഇവിടുത്തെ മെഡിക്കൽ പ്രവർത്തനങ്ങളെക്കുറിച്ച് ദീർഘമായി പറഞ്ഞു. 50-ൽ പരം വർഷങ്ങൾക്കപ്പുറം ആരംഭിച്ച ഈ പ്രദേശത്തെ മുഴുവൻ സൗഖ്യമാക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി നമ്മൾ ആരംഭിച്ച ഈ സൗഖ്യമാക്കൽ ശുശ്രൂഷയും നമ്മുടെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളും ഈ നാളുകളിലേറെ സജീവമായി നിർവഹിക്കുവാനുള്ളൊരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തെ സൗഖ്യമാക്കുന്ന ശുശ്രൂഷ സഭയുടെ ഏറ്റവും സംഗതമായ ശുശ്രൂഷയാണ് എന്ന് മനസ്സിലാക്കി പ്രായോഗിക ജീവിത ഇടങ്ങളിൽ സജീവമായി പങ്കെടുക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഞാൻ ബഹുമാനപ്പെട്ട മാത്യു കെ ചാണ്ടി അച്ഛൻ പ്രവർത്തിക്കുന്ന സീഹോർ ആശ്രമത്തിൽ പോയി പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് നാളുകളിൽ നമ്മുടെ അലക്സാണ്ടർ തിരുമേനിയുടെ സഹോദരി ഹോസ്പിറ്റലിൽ ഡോക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് ആളുകൾ വില്ലേജിൽ നിന്ന് കടന്നു വന്ന് സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോകുന്നത്, നമ്മുടെ ആശ്രമത്തിലെ ക്ലിനിക്കുകളിൽ നൂറുകണക്കിന് ആൾക്കാർ വരുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സ്നേഹത്തോടെ പറയട്ടെ. അതുകൊണ്ട് പൊതുസമൂഹത്തിൽ നമുക്ക് സാക്ഷ്യമുണ്ടാകണമെങ്കിൽ ഈ സമൂഹത്തിൻ്റെ രോഗാതുരമായ സാഹചര്യങ്ങളെയും ജീർണതകളുടെ സാഹചര്യങ്ങളെയും രൂപാന്തരപ്പെടുത്തുന്ന സൗഖ്യദായക ശുശ്രൂഷയെ ഗൗരവമായി കാണുന്ന ഒരു സമൂഹമാണ് എന്ന് പൊതുസമൂഹം നമ്മളെ അടയാളപ്പെടുത്തുമ്പോൾ, നമ്മൾ ചെയ്യുന്ന ചെറിയ ശുശ്രൂഷയിലൂടെ സൗഖ്യദായകനായ ക്രിസ്തുവിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തി. എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. ഇവിടെ ഇരിക്കുന്നവരിൽ പലരും ഒരുപക്ഷെ സിസ്റ്റേഴ്സായി ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകാം, ഡോക്ടേഴ്സായി പ്രവർത്തിക്കുന്നവരുണ്ടാകാം. 70-ൽ പരം സ്റ്റാഫ് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ഉണ്ട് എന്ന് അച്ഛൻ റിപ്പോർട്ടിലൂടെ പറഞ്ഞു. നിങ്ങൾ നിർവഹിക്കുന്ന സൗഖ്യദായക ശുശ്രൂഷ പൊതുവിടത്തിൽ തീർച്ചയായും യേശു കർത്താവിൻ്റെ സ്നേഹം പരിചയപ്പെടുത്തി കൊടുക്കുന്ന ശുശ്രൂഷയാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടി, സൗഖ്യത്തിനു വേണ്ടി നിർനിമേഷരായി കാത്തിരുന്ന സഹിഷ്ണുതയോടെ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ തീരുമ്പോൾ, ദേശത്തിൻ്റെ വിടുതലിനും സൗഖ്യത്തിനും വേണ്ടി സർഗാത്മകമായി ക്രിയാത്മകമായി നിലപാടുകൾ എടുക്കുന്ന ഒരു സംഘമായി നമ്മൾ തീരുമ്പോൾ പൊതുസമൂഹത്തിൽ സാക്ഷ്യമുള്ള സമൂഹമായി തീരുവാൻ സാധിക്കും. ഈ കോവിഡിൻ്റെ കഴിഞ്ഞ 2 വർഷം എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു സംഭവം പറഞ്ഞ് എൻ്റെ ധ്യാനം അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും പത്രമാധ്യമങ്ങളിൽ വായിച്ചതാണ് ഡോക്ടർ മേരി അനിത എന്ന് പറയുന്ന ഒരു ഡോക്ടറിൻ്റെ സ്നേഹോഷ്മളമായ ശുശ്രൂഷ. അവർ ദൂരെയൊന്നുമല്ല, എറണാകുളംകാരിയാണ്. ഡോക്ടർ മേരി അനിത എങ്ങനെയാണ് ഈ കോവിഡ് കാലത്ത് പത്രമാധ്യമങ്ങൾ നിറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാമോ? ഹരിയാനയിൽ നേഴ്സായി പ്രവർത്തിക്കുന്ന, മെയിൽ നേഴ്സായി പ്രവർത്തിക്കുന്ന ഒരു സഹോദരനും ഫീമെയിൽ നേഴ്സായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും കോവിഡ് ബാധിച്ച് നാട്ടിൽ വന്നു. അവരുടെ പേര് എൽദോസും ഷീനയും എന്നായിരുന്നു. അവരൊരു ആശുപത്രിയിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അവർക്ക് 2 പേർക്കും കോവിഡ് പോസിറ്റീവാണ്. പക്ഷേ ഒരു പ്രശ്നം, ഇവർക്ക് 6 മാസം പ്രായമുള്ള എൽവിൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ഇവർക്ക് നാട്ടിലുള്ളത് ഇവരുടെ പ്രായമായ മാതാപിതാക്കൾ മാത്രമാണ്. അവർക്ക് ഒന്നിലധികം രോഗങ്ങൾക്കടിമകളാണ്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഏതെങ്കിലും കാരണവശാൽ അവരുടെ കയ്യിലാക്കിയാൽ അടുത്ത ദിവസം കുഞ്ഞിന് കോവിഡ് പോസിറ്റീവ് തെളിഞ്ഞാൽ ഈ മാതാപിതാക്കളുടെ കാര്യം അപകടമാകും. ഇത് കോവിഡിൻ്റെ ആദ്യ നാളുകളാണ്. നമ്മൾ അവസാന നാളുകളേക്കാൾ കൂടുതൽ നമുക്ക് ഭയമുള്ള നാളുകളാണ്. എന്ത് ചെയ്യാൻ സാധിക്കും? ഇവർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കടന്നു വന്ന ആശുപത്രിക്കാർ അത് അന്വേഷിച്ചു. ഈ കുഞ്ഞിനെ ആരെങ്കിലും സംരക്ഷിച്ചേ മതിയാകുള്ളൂ. അങ്ങനെ ആര് സംരക്ഷിക്കും എന്ന് പലരോട് ചോദിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ ഈ കുഞ്ഞിനെ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞത് ഡോക്ടർ മേരി അനിതയാണ്. ഡോക്ടർ മേരി അനിതയ്ക്ക് ഭർത്താവും 3 മക്കളുമൊക്കെ ഉണ്ട്. ഇവർ വീട്ടിൽ പോയി അവർക്കെല്ലാം കഴിക്കാനുള്ള ഭക്ഷണവുമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ആ ടൗണിലെ ഒരു വീട് വാടകയ്ക്കെടുത്ത് ഈ 2 പേരും, ഭാര്യയും ഭർത്താവും 2 പേരും ആശുപത്രിയിൽ ചികിത്സ തേടി ക്വാറന്റൈനിൽ പോയി, ഐസൊലേഷനിൽ പോയി.
കോവിഡ് രോഗം അവർ പൂർണ്ണമായി നെഗറ്റീവായി സർട്ടിഫിക്കറ്റുമായി വന്നതിന് ശേഷം ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഈ ഡോക്ടർ ജോലിക്ക് തിരിച്ചു കയറിയത്. അത് കഴിഞ്ഞും ഉടനെ ഡോക്ടറിന് ജോലിക്ക് കയറാൻ പറ്റത്തില്ല. കുഞ്ഞിനെ കൊടുത്തെങ്കിലും അടുത്ത 15 ദിവസം വീണ്ടും ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വരും. മനസ്സിലായോ? അങ്ങനെ ദീർഘ ദിവസങ്ങൾ ഒരു കൊച്ചു കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ, അതുവഴി ഈ ദേശത്തിൻ്റെ സൗഖ്യമായ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ആ ഡോക്ടർ എടുത്ത വലിയ തീരുമാനം ഒരു മാതൃകാപരമായ തീരുമാനം, ഒരു ദൈവ പൈതൽ എടുക്കേണ്ട തീരുമാനം അത് മാത്രമാണ്. അങ്ങനെ പൊതുസമൂഹത്തിന് സൗഖ്യം ലഭിക്കുവാൻ സാധിക്കുന്ന ഏതെങ്കിലും ചെറുതോ വലുതോ ആയ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ ഈ പൊതുസമൂഹം നമ്മിലൂടെ സൗഖ്യമാക്കുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയും. പ്രിയമുള്ളവരെ, ധ്യാനം അവസാനിപ്പിക്കുകയാണ്. ഇന്ന് രാത്രിയിലെ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കൃത്യമായി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ധ്യാനത്തിലേക്ക് പ്രവേശിച്ചത്. ഇന്ന് രാത്രിയിലെ ധ്യാനം എന്ന് പറയുന്നത് പുതിയ ചില ദൈവശാസ്ത്ര സത്യങ്ങളോ അല്ലെങ്കിൽ വലിയ പ്രധാനപ്പെട്ട ഡോക്ട്രിനൽ കാര്യങ്ങളോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ധ്യാനം ആയിരുന്നില്ല. മറിച്ച് നമ്മൾ ജീവിക്കുന്ന ജീവിത പരിസരങ്ങളിൽ, നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിത ഇടപാടുകളിൽ എന്ത് തീരുമാനങ്ങൾ എടുക്കുവാൻ ഒരു ദൈവ പൈതലിന് സാധിക്കുമെന്ന് 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭയെ യാക്കോബ് ശ്ലീഹ പഠിപ്പിച്ച ചില ആലോചനകളായിരുന്നു. എന്തുകൊണ്ടും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സ്വീകരിക്കാവുന്ന 5 പ്രായോഗിക നിർദ്ദേശങ്ങളാണ് ഞാൻ പങ്കുവച്ചത്. ഒന്നാമതായി ഞാൻ പറഞ്ഞു, എൻ്റെ വിശ്വാസവും എൻ്റെ പ്രവൃത്തിയും പരസ്പര പൂരകം ആയിരിക്കണം. എൻ്റെ സമൂഹത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു വിശ്വാസത്തിൻ്റെ അടിത്തറയുണ്ടാവുകയും എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ എൻ്റെ ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രതിഫലിപ്പിക്കപ്പെടുകയും അങ്ങനെ യേശു കർത്താവിനെ ഇതര മതങ്ങളുടെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാനും എനിക്ക് സാധിച്ചാൽ എൻ്റെ ക്രിസ്തീയ ജീവിതം ഏറെ അനുഗ്രഹമായി തീരും. അനേക ദുരുപദേശകർ പെരുകി വരുന്ന 1-ാം നൂറ്റാണ്ടിലെ പരിസരങ്ങളിൽ യാക്കോബ് ശ്ലീഹ പ്രായോഗികമായി അവരെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ നാവിനെ ശിക്ഷണത്തോടുകൂടി ഉപയോഗിക്കണമെന്നാണ്. എൻ്റെ നാവിനെ ഈ വർഷം അവസാനം വരെ, അല്ല ജീവിതത്തിൻ്റെ അവസാനം വരെ ഞാൻ ശിക്ഷണത്തോടുകൂടി കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുമെന്നും, എൻ്റെ നാവിലൂടെ അസത്യം പ്രചരിപ്പിക്കുകയില്ലെന്നും മറ്റുള്ളവരെക്കുറിച്ചുള്ള ദൂഷണം പറയുകയില്ലെന്നും പ്രായോഗികമായി ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ സാധിച്ചാൽ ഈ കഴിഞ്ഞ 6 ദിവസങ്ങൾ നമ്മൾ കേട്ട വചനത്തിന് ഒരു പ്രായോഗികമായ തലമുണ്ടാകും എന്നുള്ളത് യാതൊരു സംശയമില്ല. പലതരത്തിലുള്ള അറിവുകൾ സ്വീകരിക്കുവാനുള്ള എല്ലാ സാധ്യതയും ഉള്ളപ്പോൾ പ്രിയമുള്ളവരെ, അറിവ് നേടുന്നത് കേവലം ജോലിക്ക് വേണ്ടി മാത്രമല്ല, മൂല്യം സമൂഹത്തിൽ പങ്കുവയ്ക്കുന്നതിനാണെന്നുള്ള ബോധ്യത്തോടെ ദൈവരാജ്യ മൂല്യങ്ങളും ശീലങ്ങളും പങ്കുവയ്ക്കുന്ന ഒരു സമൂഹമായി ഞങ്ങൾ തീരുമെന്നും, ഞങ്ങളുടെ മൂല്യങ്ങളും ശീലങ്ങളും കണ്ട് ദൈവരാജ്യത്തെ അനേകർ പരിചയപ്പെടുമെന്നും, അതുവഴി യേശുവിൻ്റെ സാക്ഷിയായി തീരുവാൻ ഈ പൊതുസമൂഹത്തിൽ എനിക്ക് സാധിക്കുമെന്നും തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരും. വേർതിരിവുകൾ വർദ്ധിച്ചു വരുന്ന, സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന, കക്ഷി തിരിവുകൾ വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ യാക്കോബ് ശ്ലീഹ പറഞ്ഞതുപോലെ നീതി പുനഃസ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ ഗൗരവപൂർവ്വം ഇടപെടുകയും അതിലുപരിയായി ധ്രുവീകരണം സൃഷ്ടിക്കുന്ന ഒരു പദ്ധതികളിലും ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ഞാൻ പങ്കുചേരുകയില്ലെന്നും, അത് സഭയ്ക്കുള്ളിലോ പുറത്തോ എവിടെയായിക്കൊള്ളട്ടെ എന്ന് തീരുമാനമെടുക്കുവാനും നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം ഏറെ ശ്രദ്ധേയമായി തീരും. അതിലുപരിയായി ഞാൻ അവസാനമായി പറഞ്ഞു, ദൈവസന്നദ്ധിയിൽ ഒരു സമൂഹത്തിന് മുഴുവൻ സൗഖ്യത്തിനു വേണ്ടി സഹിഷ്ണുതയോടെ പ്രാർത്ഥിക്കുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥനാ സംഘമായി, അതുവഴി ഈ സമൂഹത്തിൻ്റെ ജീർണതകൾ അകറ്റുന്ന, അന്ധകാരമകറ്റുന്ന, സമൂഹത്തെ സൗഖ്യപ്പെടുത്തുന്ന ഒരു സൗഖ്യദായക ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ സാധിച്ചാൽ തീർച്ചയായും ഈ ലോകത്തിൻ്റെ വെളിച്ചമായി, ഇരുട്ടിനെ അകറ്റുന്ന ഈ ലോകത്തിൻ്റെ വെളിച്ചമായ സൗഖ്യദായകനായ ക്രിസ്തുവിനെ ഈ 21-ാം നൂറ്റാണ്ടിൽ 2023 നമ്മുടെ ചുറ്റുപാടുകളിൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും. ഈ 5 കാര്യങ്ങൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ചെയ്താൽ പ്രിയമുള്ളവരെ, ഈ കൺവെൻഷന് ഒരു പ്രായോഗിക തലം ഉണ്ടാകും. കൺവെൻഷൻ പന്തലിൽ നമ്മുടെ പ്രസംഗം കേട്ട് അവസാനിക്കുകയല്ല, മറിച്ച് ഇതിനൊരു പ്രായോഗിക തലം അടുത്ത കൺവെൻഷനിൽ കൂടി വരുന്നവരെ നമ്മുടെ പൊതു ഇടങ്ങളിൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും യേശു കർത്താവിനെ നമുക്ക് വാക്കിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നമ്മുടെ ജീവിത സാക്ഷ്യത്തിലൂടെയും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ദൈവരാജ്യ മൂല്യങ്ങളിലൂടെയും പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും. അതിന് ഇന്ന് ഈ പന്തലിൽ ഇരുന്ന് വചനം കേട്ട, നമ്മുടെ ഈ വിഷ്വൽ പ്ലാറ്റ്ഫോമിലൂടെ വചനം കേട്ട എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളെല്ലാവരും ഉചിതമായ ഒരു തീരുമാനം കൈക്കൊള്ളുമെന്നുള്ള പൂർണ്ണ പ്രത്യാശയോടും എൻ്റെ വചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നു.